ഓം വന്ദേ ശംഭു ഉമാപതിം സുരഗുരും വന്ദേ ജഗൽക്കാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കമന്യനയനം വന്ദേ മുകുന്ദം പ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഹ്രീം ശ്രീ ഗുരുഭ്യോ നമഃ. ശംഖചക്രഗദാപദ്മധാരിണേ ഗുരുരൂപിണേ ഗുരുവായൂപുരേശായ തുഭ്യം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഇന്ന് ഈ മഹാസത്രത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. അതിന് എല്ലാ സജ്ജനങ്ങളോടും നന്ദിയും നമസ്കാരവും വീണ്ടും വീണ്ടും അർപ്പിക്കുന്നു. എങ്ങനെയാ സന്തോഷം പങ്കുവയ്ക്കേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രമേൽ സന്തോഷമാണ് ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ. ഒരു പ്രഭാഷണം എന്നതിലുപരി ഒരു സത്സംഗം ആയിട്ടാണ് ഞാനെപ്പോഴും കാണുക. കൂടുതലും ഒഴിഞ്ഞ കസേരകളാണെങ്കിൽ കൂടിയും ഭഗവാന്റെ കഥകളിരുന്ന് പറയാലോ, ഭഗവാനെ സ്മരിക്കാലോ. അതൊരു വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്ര ഈ തിരുമുറ്റത്ത് സാക്ഷാൽ ആദിയോഗിയായ ശ്രീ മഹാദേവൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ഭാഗവതം പറയുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് ഈ ഗുരുവായൂരിൻ്റെ മണ്ണിൽ വന്നിട്ടൊരു സത്സംഗത്തിൽ പങ്കെടുക്കാൻ പറ്റണത്. അപ്പോൾ അതിൻ്റെ വലിയൊരു സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ പൃഥുചരിതത്തിലൊരു ഭാഗമുണ്ട്. സനകാദി യോഗീശ്വരന്മാർ വന്ന്, അതായത് നമ്മൾ പറയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമമായ ഭാഗ്യം മഹാപുരുഷ സംശ്രയം. ഏറ്റവും ഒടുവിലാണ് കിട്ടുക മഹാപുരുഷ സംശ്രയം. മഹാത്മാക്കളായിട്ട് അല്ലെങ്കിൽ പരമഹംസന്മാരായിട്ട് കൂടിച്ചേരാൻ പറ്റുമ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഉപദേശം ശ്രോത്രത്തിൽ വീഴുന്ന സമയത്ത്, ശ്രുതി എന്ന് പറയും, അതായത് നമ്മുടെ കർണത്തിൽ വീഴുന്ന നിമിഷം തന്നെ പരോക്ഷമായിട്ട് വീഴുന്ന ജ്ഞാനം അപരോക്ഷമായ അനുഭൂതിയിലേക്ക് എത്തിക്കുക എന്ന് പറയും. അതായത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആ ആനന്ദം, പറഞ്ഞറിയിക്കാനാവാത്ത ബ്രഹ്മാനന്ദം ഇവിടെ ഈ നിമിഷം അനുഭവിക്കാൻ നമുക്ക് സാധ്യമാവുക. അങ്ങനെ ഒരു കഥാസന്ദർഭം ഈ പൃഥുചരിതത്തിൽ പൃഥുരാജാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ വന്നു ചേരുന്നതിന് തൊട്ട് മുൻപ് ഈ നിരാകാര ധ്യാനത്തിലേക്കൊക്കെ സനകാദി യോഗീശ്വരന്മാർ പൃഥുവിനെ നയിക്കുന്നതിന് മുൻപ് സാക്ഷാൽ നേരത്തെ ധ്രുവചരിതത്തിൽ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഗുരുവായൂരപ്പൻ സർവാഭരണ വിഭൂഷിതനായി ഗരുഡ എയർലൈൻസിൻ്റെ മുകളിൽ കയറി പൃഥുവിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ യാത്ര പറഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് തൻ്റെ ഭക്തനെ ഇങ്ങനെ കണ്ണീരണിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. ഭക്തനാണെങ്കിൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര്, അശ്രുധാര കാരണം ഭഗവാനെ ഇങ്ങനെ കാണാൻ പറ്റണില്ല. ഭഗവാനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകുക. ആ ഒരു രംഗമുണ്ട് ഭാഗവത്തിൽ. ഞാനെന്ത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പൊന്ന് മറിച്ച് നോക്കിയപ്പോൾ ഈ രംഗം അങ്ങോട്ട് ഹൃദയത്തിൽ അങ്ങോട്ട് പതിഞ്ഞു കയറി. എന്താ രംഗം?
ഭഗവാനെ ആലിംഗനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഭഗവാന്റെ ആ മനോഹരമായി എത്രയോ കാലമായിട്ട് എത്രയോ ജന്മമായിട്ട് ആരാധിക്കുന്ന ആ ഭഗവാന്റെ ആ സ്വരൂപം തൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ കണ്ണിൽ നിന്ന് അശ്രുധാരയോടുകൂടി രോമാഞ്ചം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിവശതയോടുകൂടി നിൽക്കുന്ന പൃഥ്വിരാജാവ് ഭാഗവതം പറയാ തൻ്റെ ഹൃദയം കൊണ്ട് ഭഗവാനെ അങ്ങോട്ട് ആലിംഗനം ചെയ്ത് ഉറപ്പിച്ചു. ഈ വാക്കാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയത്, ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്തു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചായ കുടിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ഞാനും എൻ്റെ മനസ്സിൽ ഹൃദയം കൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ആലിംഗനം ചെയ്യുക. നമ്മൾ മനുഷ്യരെന്താ ചെയ്യേണ്ടത്? ആദ്യം പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണം, അല്ലേ? ബന്ധമല്ല വേണ്ടേ, സത്രവും സത്സംഗമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ എന്താ വേണ്ടത്? ഞാൻ ആദ്യമായിട്ട് ഇവിടെ എല്ലാവരെയും കാണണേ, എനിക്ക് ആരും അറിയില്ല, പേരും നാളൊന്നും അറിയാനായിട്ട് ആഗ്രഹവും ഇല്ല. പക്ഷേ ഹൃദയം കൊണ്ട് നമ്മുടെ ഭഗവത്ഗീതയുടെ ദർശനം തന്നെ അങ്ങനെയാണ്. എന്താ? സർവത്ര സമബുദ്ധയ, എല്ലാവരെയും ഒരേപോലെ. അപ്പോഴല്ലേ നമുക്ക് പടിപടിയായിട്ട് ഉയരാൻ പറ്റുള്ളൂ. ആദ്യം നമ്മളിത് ആചരിക്കണം, അല്ലേ? എൻ്റെ ഗുരുനാഥൻ പാലേലി തിരുമേനി പറയും, ഭാഗവത ധർമ്മങ്ങൾ കേൾക്കാനും ശ്രവിക്കാനും രസിക്കാനും മാത്രം ഉള്ളതല്ല, അത് ആചരിച്ച് അനുഷ്ഠിക്കുമ്പോഴാണ് നമുക്ക് ആ ബ്രഹ്മാനന്ദ അനുഭൂതി എന്താണെന്ന് അല്പമെങ്കിലും നമുക്കൊക്കെ രസിക്കണ്ടേ. നമ്മളൊക്കെ ബ്രഹ്മാനന്ദ അനുഭൂതി അറിയണുണ്ട്, പക്ഷെ നമ്മൾ തിരിച്ചറിയണില്ല. അതാണ് നമ്മുടെ പ്രശ്നം. എന്താണ് ബ്രഹ്മം, എന്താണ് മായ, ഇത് രണ്ടും കൂടി ഈ പാലും വെള്ളവും കൂടെ കലങ്ങി കിടക്കണ പോലെ ഇങ്ങനെ കലങ്ങി കിടക്കുക. ഇതിൽ പാലേതാ വെള്ളം ഏതാ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റണില്ല. ഈ തിരിച്ചറിവുണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ നിരന്തരമായിട്ട് ഭാഗവതം കേൾക്കണം, നിരന്തരം സ്മരിക്കണം, നിരന്തരം കീർത്തിക്കണം. ഭാഗവത ധർമ്മങ്ങൾ നിരന്തരം കീർത്തിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ബുദ്ധിയിൽ നിധിധ്യാസം ചെയ്ത് ദൃഢമായി ഉറപ്പിച്ച ശേഷം എന്തു ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി 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 കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ ഭാഗവത ധർമ്മങ്ങളുടെ ശരിയായ മഹത്വവും അതിൻ്റെ ലക്ഷ്യവും നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരെയും മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട്, കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചായ കുടിക്കാൻ പോയിരിക്കുകയാണ്, എല്ലാവരെയും ഒന്ന് ആലിംഗനം ചെയ്യുകയാണ്. അവിടെയും കേൾക്കുന്നുണ്ടാവും. എല്ലാവരെയും ഹൃദയം കൊണ്ടൊന്ന് ആലിംഗനം ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ നാമവും രൂപവും ഒന്നും അറിയാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. നിങ്ങളുടെ നാമവും രൂപവും ഞാൻ വിട്ടുകളയും. അതാ സൂത്രം. പറയുന്നതിലൊക്കെ സൂത്രമുണ്ട്. നാമവും രൂപവും വിട്ടുകളയും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്വത്വമില്ലേ, അതിനെ എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കും. ആ സ്വത്വം എന്താ? അത് ഗുരുവായൂരപ്പനാ, അത് ചൈതന്യമാ. അതിൻ്റെ പേരാണ് ബോധം, ബ്രഹ്മം. സിമ്പിളാണ് ഭാഗവതം. ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ലളിതമാണ്. നമ്മളതിനെ സമീപിക്കുന്ന രീതിയാണ് കോംപ്ലിക്കേറ്റഡ് ആക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിന്ന് പറയാനുള്ളത് പൃഥുചരിതമാണ്. ഞാൻ ഗ്രന്ഥം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, കാരണം ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ന് രാവിലെ പെട്ടെന്ന് തോന്നി, ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് വരുമ്പോൾ എത്രയോ എത്രയോ ഭാഗവതന്മാരെ, പരമഹംസന്മാർ ഇവിടെ ഇരുന്ന് ഭാഗവത കീർത്തനം ചെയ്ത സ്ഥലം. വരുന്ന വഴിക്ക് സനീഷ് ജി എനിക്ക് ചില ചിത്രങ്ങളൊക്കെ കാണിച്ചു തന്നു. ആ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ സകല ധൈര്യവും ചോർന്നുപോയി. ആ മഹാഭാഗവതന്മാരെ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ പറയും, ഈശ്വരകോടികളാണ് ശുകദേവരൊക്കെ. ജീവകോടിയുണ്ട്, ഈശ്വരകോടിയുണ്ട്. അപ്പം ഈശ്വരകോടികളാകുന്ന ശ്രീ സുഖബ്രഹ്മർഷിയെ പോലുള്ള മഹാത്മാക്കളാണ് ഭാഗവതം ഉപദേശിച്ചത്. അപ്പോൾ ആ ഗ്രന്ഥം നമ്മുടെ നെഞ്ചത്തോട് ചേർക്കല്ല, തലയിൽ ചുമന്നുകൊണ്ട് നടക്കണം എന്നാണ് ഞാൻ പറയാം. എന്താ കാരണം? അത്രയ്ക്കുണ്ട് അതിൻ്റെ മഹത്വം. നമ്മളതിൻ്റെ മഹത്വം തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഭാഗവതമൊക്കെ എടുത്തു വെച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ശാസ്ത്രലോകം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു, ഞാൻ കൂടുതൽ ഇപ്പം ഞാനൊരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഒരു വിദ്യാർത്ഥിയാണ്. ഭാഗവതത്തിലും എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു മനോഭാവം ഒരു വിദ്യാർത്ഥിയുടെ സമീപന രീതിയാണ്. അപ്പോൾ ശാസ്ത്രലോകത്തിൻ്റെ കുറച്ച് പേപ്പറുകളൊക്കെ എടുത്തു വെച്ചു. ഈ പഞ്ചവർണ്ണത്തത്തയുടെ നിറം കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലുണ്ടായിരുന്നു. പഞ്ചവർണ്ണത്തത്തയുടെ നിറം എങ്ങനെയാണ്? ഒപ്റ്റിക്കൽ ഇലൂഷൻ. നമ്മുടെ ഭാഗവതത്തിൽ പറയേ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്ന ഈ പ്രപഞ്ചം അസത്താണ്. നമ്മുടെ ഉപദേശത്തിൽ ഇന്ന് പ്രതിചരിതത്തിൽ വരുന്ന അതാണ്, അസത്താണ്, അത് സത്യമല്ല എന്ന് പറയും. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഇലൂഷൻ എന്താണ്? പഞ്ചവർണ്ണത്തത്തയുടെ തൂവലിൻ്റെ അടിയിലുള്ള നാനോ കണങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീൻ കൂടുകളിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പഞ്ചവർണ്ണമായിട്ട് നമുക്ക് അനുഭവപ്പെടുക. നമ്മുടെ കണ്ണിലെ കോൺവെക്സ് ലെൻസിലേക്ക് പതിച്ച് അകത്തേക്ക് കയറുമ്പോൾ കുറച്ച് സയൻസൊക്കെ പഠിച്ചിരിക്കണം, നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് ഭാഗവതത്തിൻ്റെ മഹത്വം മനസ്സിലാവുക. അപ്പോൾ ഈ പേപ്പർ കട്ടിങ്ങൊക്കെ എടുത്തു വെച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസത്തെ മനുഷ്യൻ്റെ തലച്ചോറ്, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധം മരിക്കുമോ? ഇതായിരുന്നു വാർത്ത. നിങ്ങൾ നോക്കിയാൽ കാണാം, മാതൃഭൂമിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന വാർത്തകളാണ്. ശാസ്ത്രലോകം
നല്ല നല്ല വിസിറ്റിംഗ് പ്രൊഫസേഴ്സാണ് ഈ റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളത്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ്റെ തലച്ചോറ് മരിക്കാൻ എത്ര സമയമെടുക്കും, തലച്ചോറ് ഒരു മരിച്ച മനുഷ്യൻ്റെ തല മുറിച്ചു മാറ്റി അത് കൊണ്ടുപോയി ഘടിപ്പിച്ച് ഗാമാ തരംഗങ്ങളിലൂടെ ബോധതരംഗങ്ങൾ അതിലേക്ക് കടത്തിവിട്ട് ന്യൂറോണുകൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പ്രതിപ്രവർത്തനങ്ങൾ കണ്ട് ശാസ്ത്രജ്ഞന്മാർ അത്ഭുതപ്പെട്ട് നിൽക്കുക. അവബോധം മരിക്കുമോ? ഇതാണ് ചോദ്യം. മനുഷ്യൻ മരിച്ചാലും അവബോധം മരിക്കുമോ? ഇതെന്തിനാ ഇത് പറയണമെന്നറിയോ? സത്യാന്വേഷണ ജിജ്ഞാസയുള്ളവർക്ക്, നമ്മുടെയൊക്കെ എല്ലാവരുടെയും, ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതലേ എൻ്റെ ഉള്ളിലുള്ള, ഇപ്പം എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് ഈ സത്യാന്വേഷണ ത്വരയാണ്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന എന്നെ ഈ വേദിയിലിരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ പ്രാപ്തമാക്കിയത് ഈ സത്യാന്വേഷണത്തിൻ്റെ ത്വരയാണ്. കുട്ടിക്കാലം മുതലുള്ള ചിന്തയാണ്. എത്രയോ ദിവസങ്ങളിലായി നമ്മൾ കാണുന്നു എത്ര മനുഷ്യരെ കൊണ്ട് ചെതയിൽ വെച്ച് കത്തിച്ച് കളയണു. ഈ ചെത വെച്ച് കത്തി നമ്മുടെ മരണം സംഭവിക്കുന്നതിന് മുൻപ് ജീവൻ മുക്താവസ്ഥ എന്ന് ഭാഗവതത്തിൽ പറയുന്ന അവസ്ഥ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി വിട്ടുനിൽക്കാൻ ബോധത്തിന് സാധിക്കുമോ? അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുമോ? ബോധം, ഇതാണ് ചോദ്യം. മനസ്സിലാവണില്ലേ? പറയണത് മനസ്സിലാവണില്ലേ? ബോധം വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് നമ്മളായി നമ്മുടെ സ്വത്വബോധമായി മാറി നിന്ന് നമ്മുടെ ശരീരത്തെ വിറ്റ്നസ് ചെയ്യാൻ, വാച്ച്ഫുൾ ചെയ്യാൻ, നമുക്ക് നോക്കിക്കാണാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ ഭാഗവതമൊക്കെ കേട്ടു, നേരത്തെ ആചാര്യന്മാർ പറഞ്ഞ പോലെ നമ്മൾ ഇത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും, നമ്മൾ നമ്മുടെ റൂട്ടീൻ ലൈഫിലേക്ക് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ഇത് മറന്നു പോകും. പക്ഷേ ഇതിൻ്റെ ലക്ഷ്യം എന്താ? എല്ലാവരും പല ആചാര്യന്മാരും പറയും, ഞാൻ ആരാണ് വാസ്തവത്തിൽ? ശരീരമാണോ, മനസ്സാണോ, ഇന്ദ്രിയങ്ങളാണോ, ബുദ്ധിയാണോ, അതോ ഇതിൻ്റെ എല്ലാം പുറകിൽ അഹമായിട്ട് സർവപ്രത്യേകാത്മാവായി നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിരന്തരം കടന്നു വന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം കൊടുത്ത് നമ്മുടെ ഈ ഫാക്ടറിയെ മനോഹരമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ആ ബോധം എന്താണ്? അഹം 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 എന്ന് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി 3 അവസ്ഥകളിലൂടെയും നമ്മുടെ ഉള്ളിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ഈ അഹം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമമായ ലക്ഷ്യം. ഇതിന് വലിയൊരു സയൻസാണ് ഭാഗവതം. നമ്മളതിനെ ഒരു സയൻസിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഞ്ചവർണ്ണതത്തേക്ക് വാസ്തവത്തിൽ ചാര നിറമാണ്, അതിനൊരു നിറവും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നിറവും ഇല്ല. ഞാൻ പറഞ്ഞല്ല, ജർമ്മനിയിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളിൽ ഇതിനെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ നടന്നിരിക്കുന്നത് പറയാം. ഇതുപോലെ നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളും, ഇപ്പം ഈ മൈക്ക് ആവട്ടെ, ഈ മഞ്ഞ നിറമാവട്ടെ, എല്ലാം ഈ കസേരയാവട്ടെ, അപ്പോൾ ഇതിപ്പോൾ കസേര ഇവിടെ അനുഭവപ്പെടുന്നില്ലേ? ഉണ്ട്. പക്ഷേ അത് ആ കാഴ്ച ഇന്ദ്രിയങ്ങളെ കൊണ്ട്, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ അറിയുന്ന, കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ പൂർണ്ണമല്ല. ഇതാണ് ഭാഗവതം പറയുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാൻ. നമുക്ക് എന്തായാലും കുറച്ച് സയൻസ് മാറ്റി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സയൻസ് കയറ്റാം നമുക്ക്. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം, നമ്മുടെ ആൾക്കാർ ഉറങ്ങിപ്പോവും. ഈ ബ്രഹ്മം എന്നൊക്കെ കേട്ട് ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഭാവമാണ്. അപ്പോൾ കുറച്ചിടയ്ക്ക് നമുക്കൊരു വിശ്വാസ്യതയൊക്കെ ജനിക്കാൻ ഇതിനെ കുറച്ച് റിലേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ സയൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്തൊന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം. നമുക്ക് പ്രതിചരിതത്തിലേക്ക് കയറാം. വലിയൊരു ചലഞ്ചാണ് എൻ്റെ മുമ്പിൽ. എന്താ കാരണം? 11 അധ്യായമുണ്ട് പറയാൻ. പുസ്തകം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, ഓർമ്മയിലെടുത്ത് പറയാൻ പോവാം. 11 അധ്യായമുണ്ട്. എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അമ്മമാർ തിരുത്തി തരണം, ഒരു ഈഗോയും ഇല്ല, പറഞ്ഞു തരണം. 11 അധ്യായം, ആദ്യത്തെ 4. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആചാര്യൻ, 4 കാര്യങ്ങളാണ് ചതുർത്ഥ സ്കന്ധത്തിലെ. ഈശ്വരൻ്റെ സൃഷ്ടിലീലയാകുന്ന വിസർഗം ആണ് ഇവിടുത്തെ പ്രകരണം. അതിൽ ധർമ്മം ദക്ഷയാഗം കൊണ്ട് പറഞ്ഞു. അർത്ഥം, ഞാനതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ഒരു മനുഷ്യൻ ധർമ്മത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അർത്ഥമായി നേടേണ്ടത് എന്താ? ഭക്തിയാണ്, പരമപ്രേമമാണ്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയാണ് സമ്പാദിക്കേണ്ടത്. പാണ്ഡിത്യവും ശാസ്ത്രജ്ഞാനവും യോഗവും തപസ്സും കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല. മരിക്കുമ്പോൾ ഇതൊന്നും കൂടെ വരില്ലേ? ശരിയല്ലേ? അതേസമയം ഭക്തി ഉണ്ടെങ്കിലോ, ഭഗവാന്റെ അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിലോ, ശരിക്കും ഭക്തന്മാർ പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഇവിടെ പൃഥുവിനുള്ള ഉപദേശത്തിൽ കൊടുക്കുന്നുണ്ട്. ഭക്തി ഇല്ലെങ്കിൽ ഏകാന്തതയിൽ പോയി നിന്നിട്ട് ഗുരുവായൂരപ്പനോട് വ്യാകുലതയോടുകൂടി പറയണം. എന്താ? ഗുരുവായൂരപ്പ, എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ഒരു രസം തോന്നണില്ല, എനിക്ക് നല്ല രസം തോന്നണേ എന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ തോന്നണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് നാമം ജപിക്കാൻ എപ്പോഴും തോന്നണേ എന്ന് നമ്മളൊരു 40-45 ദിവസം ഒന്ന് പറഞ്ഞു നോക്കൂ. ഇത് നല്ല സൈക്കോളജിയാണ്.
ശ്രീരാമകൃഷ്ണ പരമഹംസനും ഭാഗവതം പറഞ്ഞേക്കാം. ഇനി ഭാഗവതം മാത്രം പറഞ്ഞല്ല, ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ, ചില ഈ ഗൃഹസ്ഥ ഭക്തന്മാർ അദ്ദേഹത്തിൻ്റെ എൻ്റെ മുമ്പിൽ ഈ ഠാക്കൂർ എന്നാണ് വിളിക്കുക അദ്ദേഹത്തെ. അദ്ദേഹം ഇങ്ങനെ വരും. എന്താ കാരണം അറിയാമോ? എൻ്റെ ജീവിതത്തിൽ 21-ാമത്തെ വയസ്സ് മുതൽ ഇതുപോലെ സ്വാധീനം ചെലുത്തിയ ഒരു മഹാപുരുഷനില്ല ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെ. എന്നും ഞാൻ എടുത്ത് മറച്ചു നോക്കുന്ന ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണയാണ്. എന്ത് സംശയമുണ്ടെങ്കിലും അതിനെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ലളിതമായ ഉത്തര നമ്മുടെ കുട്ടികൾക്കൊക്കെ വായിക്കാനായിട്ട് കൊടുക്കേണ്ടതാ ശ്രീരാമകൃഷ്ണ വചനാമൃതം. ഒരു 4 ദിവസം വേണ്ട, ഒരു 7 ദിവസമൊക്കെ അവൻ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ പതുക്കെ അതിൽ ഹരം പിടിക്കും. എന്താ കാരണം? വളരെ ലളിതമാണ്, സിമ്പിളാണ്, പെട്ടെന്ന് കാര്യം ഗ്രഹിക്കാൻ സാധിക്കും. നമുക്ക് അങ്ങനെയല്ലേ വേണ്ടേ, കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? മനസ്സിലാവണില്ലേ? അപ്പം നമുക്ക് പ്രതിചരിതത്തിലേക്ക് വരാം. 11 അധ്യായം, ആദ്യത്തെ 4 അധ്യായം പൃഥുവിൻ്റെ ജനനവും അതിൻ്റെ കാരണവും. നമ്മളൊക്കെ ജനിച്ചതിനൊരു കാരണമുണ്ട്, അപ്പോൾ പൃഥു ജനിച്ചതിനും ഒരു കാരണമുണ്ട്. അടുത്ത 2 അധ്യായം അതിൻ്റെ സാധന, അദ്ദേഹം ചെയ്ത സാധന എന്താണ്, അദ്ദേഹത്തിൻ്റെ. ഇവിടെ നമുക്ക് കാമപൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനത്തിൽ. കാമപൂരണം എന്ന് പറഞ്ഞാൽ കാമം ഫുൾഫിൽ ചെയ്യുക, ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുക. ഞാനിപ്പോൾ സാറിനോട് ചോദിച്ച സംശയം അതായിരുന്നു. കർമ്മമോക്ഷാണി കർമാണി വിധത്തെ പ്രമാണം. സാറോട് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞത് കറക്റ്റാണ്. എന്താ? കർമ്മത്തിൽ നിന്നാണ് നമുക്ക് രക്ഷ നേടേണ്ടത്. പൂന്താനം തിരുമേനി, ഇവിടെ ഒരു പാവം തിരുമേനി എന്ന് പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെയും കാരണം എന്താ? കർമ്മം കൊണ്ടു കളിക്കുന്നി ദേവരും. ഈ കർമ്മമാണ് നമ്മുടെ ശരീരധാരണത്തിന് വരെ കാരണം. അതിന് തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങളല്ലേ, ആഗമ്യ കർമ്മം, പ്രാരബ്ധ കർമ്മം, സഞ്ചിത കർമ്മം, ഇങ്ങനെ കിടക്കുക. അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കർമ്മം ആഗ്രഹങ്ങൾ കുറേയൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം. നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ, ഗുരുനാഥൻ പറയും, കുറച്ചൊന്ന് വിട്ടുകൊടുക്കണം. ആഗ്രഹങ്ങൾ മുഴുവൻ സാധിക്കാണ്ട് ഇങ്ങനെ സപ്രസ് ചെയ്ത് അടിച്ചമർത്തി വെച്ചാൽ മനസ്സ് തിരിച്ചടിക്കും. ഉറപ്പാ, വേണേൽ നോക്കിക്കോളൂ, ഒരു സംശയം വേണ്ട. അപ്പോൾ എന്താ, കുറച്ചൊക്കെ ഈ കർമ്മങ്ങൾ ആഗ്രഹങ്ങളെ ഒന്ന് സാധിക്കും, അതിനുള്ള സാധന നിരൂപണം. അടുത്തതോ, അടുത്ത 5 അധ്യായങ്ങളിൽ ആ സാധിച്ച വിധവും എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ അമോഘമായ ആ പരാക്രമ വീര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതുമാണ് ഈ 11 അധ്യായം. ഈ 11 അധ്യായം 1 മണിക്കൂർ കൊണ്ട് പറയാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ വിഴുങ്ങേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ കഥാസന്ദർഭം നോക്കാം. വിദുര മൈത്രേയ സംവാദമാണ്. ശരിക്കും സത്സംഗം എങ്ങനെയാണ്? പരസ്പരാനുകഥന. വിദുരരുടെ അടുത്തിരുന്ന് ചോദിച്ചു, അല്ല മൈത്രേയ മഹർഷേ, അങ്ങ് ആ ധ്രുവചരിതം വർണ്ണിച്ച, വംശവർണ്ണന വർണ്ണിച്ച സമയത്ത് പ്രചേതസ്സുകൾ എന്ന് പറഞ്ഞല്ലോ. ഈ പ്രചേതസ്സുകൾ ആരാ? അവർ സത്രം നടത്തിയെന്നോ, അതിൽ നാരദ മഹർഷി ആഗതനായെന്നോ, നാരദ മഹർഷി അവിടെ വെച്ച് ധ്രുവൻ്റെ ചരിതം അതിമനോഹരമായിട്ട് ഗാനം ചെയ്തെന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. ആരാ ഈ പ്രചേതസ്സുകൾ? ആരാ അവരുടെ മാതാപിതാക്കൾ? എന്തിനാ അവർ സത്രം നടത്തിയത്? അവിടെ നാരദ മഹർഷി വന്നിട്ടുണ്ടെങ്കിലേ ഈ പഞ്ചരാത്രം എന്ന് പറഞ്ഞൊരു സാധനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിഷ്ണു പൂജാവിധാനത്തിൽ പഞ്ചരാത്രം അത്ര കൃത്യമായിട്ട് പോരാ. ഈ നാരദ ഭക്തി സൂത്രമല്ലേ അടിസ്ഥാന ഒരു ടെക്സ്റ്റ് ഭക്തിക്ക്. അപ്പോൾ ഇത്രയും ഭക്തിയിൽ അഗ്രിമനായിട്ടുള്ള നാരദ മഹർഷി അവിടെ വന്നു എന്ന് പറഞ്ഞാൽ ആ സത്രം വലിയൊരു സത്രമായി മാറിയിട്ടുണ്ടാവും. അപ്പം നല്ല ഒരു സംഭാഷണം അവർ തമ്മിൽ എന്തെല്ലാം കഥകളാണ് പറഞ്ഞേ. ആ കഥയൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? എനിക്കത് കേൾക്കാൻ, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഞാൻ ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുക. എന്തൊരു സന്തോഷമാണ് ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ. എന്താണെന്നറിയില്ല, ഉള്ളിൽ എവിടെയൊക്കെയോ തട്ടി തട്ടി ഇങ്ങനെ ഉണരണു. ഹാപ്പി ഹോർമോൺസ്, പുതിയ ഭാഷയിൽ ഹാപ്പി ഹോർമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വരണു. നിങ്ങൾക്ക് വരണില്ലേ? എനിക്കിത് പറയുമ്പോൾ വരണുണ്ട്, ഭയങ്കര സന്തോഷം വരണുണ്ട്. വളരെ കൺട്രോൾ ചെയ്തിരിക്കുക, ഉന്മത്താവസ്ഥ, കിക്കടിക്കുക എന്ന് പറയും, ഇൻടോക്സിക്കേറ്റഡ് ആവുക എന്ന് പറയും. ശ്രീരാമകൃഷ്ണ പരമഹംസനൊക്കെ ഇതിൻ്റെ അങ്ങാപ്പുറ. ഭാവം, മഹാഭാവം, പ്രേമം, ഈശ്വരലാഭം, അങ്ങനെയാണ് പോകേണ്ടത്. ഭഗവാന്റെ കഥ കേട്ടിരിക്കുമ്പോൾ ഭാവം, മഹാഭാവം, പ്രേമം, ഈശ്വരലാഭം, അതിലേക്ക് എത്തിച്ചേരണം. അപരോക്ഷമായി ഈ ഭാഗവതത്തിൻ്റെ തന്നെ അവസാനം വരുമ്പോൾ പരീക്ഷിത് എന്താ പറയണേ? അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം, അല്ലേ? എന്താ അവസാനത്ത് ഈ അഹം ബ്രഹ്മ പരം ധാമ എന്ന് പറഞ്ഞാൽ പോരെ എന്ന് പണ്ഡിതന്മാർ പറയും, ആചാര്യന്മാർ പറയും, പഴയ ശാസ്ത്രാചാര്യന്മാർ. എന്താ ബ്രഹ്മാഹം പരമം പദം എന്ന് പറഞ്ഞതേ ഈ അപരോക്ഷമായ അനുഭൂതി അനുഭവിച്ചുകൊണ്ടത്രേ. ഉറപ്പായി എക്സ്റ്റസിയിൽ അനുഭവിച്ചുകൊണ്ടാണ് പരീക്ഷിത്ത് പറയണത്. എനിക്കിനി ഒരു ഭയവും ഇല്ല കേട്ടോ, തക്ഷകം വന്നോട്ടെ, എന്നെ ദംശിച്ചോട്ടെ, ഞാൻ മരിച്ചോട്ടെ, ഈ ശരീരമേ മരിക്കുള്ളൂ, ഞാൻ മരിക്കില്ല. ഈ ശരീരത്തിലിരിക്കുന്ന ഞാനെന്ന അഹം മരിക്കില്ല. അത് ഭഗവാന്റെ അംശമാണ്. ആ അംശം
പൂർണ്ണത്തിൽ നിന്നുണ്ടായതുകൊണ്ട് അത് കംപ്ലീറ്റുമാണ്. കുറച്ച് മുമ്പ് അവർ ചൊല്ലിയില്ലേ, പൂർണ്ണമിതം ഊർജ്ജതന്ത്രത്തിൻ്റെ നിയമമാണ്. ഊർജ്ജതന്ത്രത്തിൻ്റെ നിയമമാണത്. പൂർണ്ണത്തിൽ നിന്നുണ്ടായതെല്ലാം പൂർണ്ണമാണ്, കംപ്ലീറ്റ് ആണ്, അത് അപൂർണമല്ല. അപ്പോൾ അംശമായിട്ട് നിൽക്കുമ്പോൾ ഹനുമാൻ പറഞ്ഞ പോലെ ഈ ശരീരത്തിൽ ഞാനിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ദാസനാണ്, ആ ദാസോഹഭാവത്തിലാണ് ഞാനിരിക്കുക. പക്ഷേ ആത്മഭാവത്തിലേക്ക് ഞാൻ ഉണരുമ്പോൾ ഞാനും അങ്ങും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ബോധതലത്തിലേക്ക് ഉണരുമ്പോൾ അതാണ് മനസ്സ് എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ് എന്ന് പറയും. കുറച്ച് മുമ്പ് പറഞ്ഞു നമ്മുടെ മനസ്സ് ആത്മചൈതന്യം വളർത്തുക എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് കോൺഷ്യസ്നെസ്, ഹയർ അവയർനെസ്, ആ സാന്ദ്രമായ ആ ആനന്ദത്തിലേക്ക്, ആ കോൺഷ്യസിലേക്ക് നമ്മൾ ഉയർന്നു പൊങ്ങണം. ശരിക്കും പറഞ്ഞാൽ ആജ്ഞാചക്രത്തിലേക്ക്, ശിരസ്സിലേക്ക് ഉയർന്നു പൊങ്ങണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കഥ കേട്ട് നമ്മുടെ ശരീരത്തിൽ യോഗവിദ്യ തന്നെ ഉണർന്ന് വരണം. പ്രാണായാമത്തിലൂടെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി എന്ന് പറയുന്ന പതഞ്ജലി യോഗസൂത്രം ഭക്തി കഥകൾ കേട്ടിരുന്നാൽ അർത്ഥകാമന്മാരായ സാധാരണക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഉണരാനാണ് ഈ കഥകൾ മുഴുവൻ. അപ്പം നമുക്ക് പ്രതിചരിതത്തിലെ ആദ്യത്തെ ഇപ്പോൾ ചോദ്യം വന്നു, വിതുരൻ ചോദിച്ചു എങ്ങനെയാണ് ആ കഥയൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ കഥയുടെ ശൈലി എങ്ങനെയാണെന്ന് വെച്ചാൽ വക്താവ് വളരെ വിശദമായിട്ട് അങ്ങോട്ട് കഥ പറയാൻ തുടങ്ങും. എന്താ ഭക്തിയുടെ ആത്യന്തികമായ ലക്ഷ്യം? എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? വാസ്തവികതയെ അറിയുക, യാഥാർത്ഥ്യത്തെ അറിയുക, അതാണ് ഭക്തി. ഇവിടെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മൾട്ടിപ്ലൈ ചെയ്യുക, ഇരട്ടിച്ചു കൊണ്ടിരിക്കുക. ഈ ഇരട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയുടെ പുറകിലുള്ള ശക്തിവിശേഷം എന്താണ്, അതിനെ അറിയുക എന്നതാണ് ഭക്തി. വളരെ ക്ലിയറാ അല്ലേ? അപ്പോൾ ഈ ഭക്തി കഥ വർദ്ധിക്കണം. ആർക്ക്? കേൾക്കുന്നവർക്ക്. ഭക്തി വർദ്ധിച്ച് സംസാരം നിവൃത്തി വരണം, മനസ്സ് നിവൃത്തമാവണം, മനസ്സ് അന്തർമുഖമാവണം. ഭഗവാനെ കാണണമെങ്കിൽ എന്ത് ശരീരം കിട്ടണം? ഈ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ആരെങ്കിലും ഭഗവാനെ കണ്ടതായിട്ട് പറയുന്നുണ്ടോ ഭാഗവതത്തിൽ? ഇല്ല. ഭാഗവതീ തനു എന്ന് പറയുന്ന ഒരു അന്തർദൃഷ്ടി നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് ചില ഭാഗങ്ങളൊക്കെ ആക്ടിവേറ്റായി, ചില ലോബുകളൊക്കെ ഓപ്പണപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചില നമുക്ക് അത്ഭുതകരമായ അനുഭവങ്ങളും ദർശനങ്ങളും, സ്വപ്നമല്ലാട്ടോ, സത്യം പറയണേ, ദർശനങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടാവാനാണ് ഭാഗവതം കേൾക്കുക. ഇതുണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ആരും വന്നിട്ടിത് തെളിയിക്കാനൊന്നും നിൽക്കാറില്ല. ഇതുണ്ടായിട്ടുള്ള ഭക്തന്മാരുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. 41ാമത് അഖില ഭാരത ശ്രീമൽ ഭാഗവത സത്രം ഗുരുവായൂർ പെരുന്തട്ട ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ 19-ാം തീയതി മുതൽ ആരംഭിച്ചു. ഇന്ന് 4-ാം ദിവസമാണ്. ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹായജ്ഞം രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടി തുടങ്ങി ശ്രീമൽ ഭാഗവത മൂലപാരായണം, തുടർന്ന് 9 മണി മുതൽ പ്രഭാഷണം, ഉച്ചയ്ക്ക് 1 മണിക്കൂർ നാരായണീയ പാരായണം, വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 9 മണിയോടുകൂടി പ്രഭാഷണം സമാപിക്കുന്നു. അപ്പോൾ വക്താവ് ശ്രോതാവിന് ഭക്തി സമ്പൂർണ്ണമായിട്ടുണ്ടാവണം എന്നതുകൊണ്ട് പ്രചേതസ്സുകളുടെ കഥയല്ല പറഞ്ഞു കൊടുത്തത്. ധ്രുവൻ്റെ വംശവർണ്ണന വിസ്തരിച്ചങ്ങോട്ട് പറയാൻ തുടങ്ങി. ധ്രുവൻ്റെ പുത്രനായിരുന്ന ഉൽക്കലൻ. ഈ ഉൽക്കലൻ ധ്രുവന് നല്ല ഭക്തി ഉണ്ടായ സമയത്തുണ്ടായ പുത്രനാണ്. ഇദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. കുട്ടിക്കാലം മുതൽ അദ്ദേഹം നമ്മുടെ ഭരതയോഗീശ്വരൻ്റെ വഴി അങ്ങോട്ട് തിരഞ്ഞെടുത്തു. എന്താ? കണ്ണ് തുറന്നിരുന്നാലും ഒന്നും കാണാത്ത പൊട്ടനെ പോലെ ഇരിക്കുക, ചെവി കേൾക്കുന്നുണ്ടെങ്കിലും കേട്ട ഭാവമില്ല, ബധിരനെ പോലെ, അന്ധനെ പോലെ, മൂഢനെ പോലെ, പൊട്ടനെ പോലെ ഒന്നും ഒരു മൂകനായിട്ടിരുന്നു. എന്നാലോ ഉള്ളിലോ നല്ല അന്തർജ്ഞാനവും ഉണ്ടായിരുന്നു. എന്താ അദ്ദേഹം ഉപയോഗിച്ച സൂത്രം എന്നറിയോ? എന്താ? അദ്ദേഹത്തിന് മനസ്സിലായി ഈ അന്യവിഷയങ്ങൾ, പ്രാപഞ്ചിക വിഷയങ്ങളിൽ ഒട്ടൽ വന്നു കഴിഞ്ഞാൽ മനസ്സ് പശ പോലെ. ഏറ്റവും ലോകത്ത് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും നല്ല പശ എന്താ? മനുഷ്യൻ്റെ മനസ്സാണ്. അതങ്ങോട്ട് ഒട്ടിപ്പിടിക്കും അതായിട്ട്. പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചെടുക്കുമ്പോൾ വലിയ വിഷമമാണ്. ഇത് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം തൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യമായ ശ്രീ വാസുദേവനിൽ തന്നെ മനസ്സിനെ നിരന്തരം അനുസന്ധാനം ചെയ്ത് ബുദ്ധിയെ, മനസ്സിങ്ങനെ നിൽക്കണമെങ്കിൽ ബുദ്ധി കൊണ്ട് വിവേചിച്ചറിയണം, മനസ്സിൻ്റെ മുകളിൽ നിൽക്കണം. പാലേലി ഗുരുനാഥൻ നല്ല വ്യക്തമായിട്ട് അടിച്ചുറപ്പിച്ച് പറയും, ബുദ്ധിയുടെ വ്യാപരണം ശക്തമായിട്ട് നിന്നാൽ
അല്ലെങ്കിൽ മനസ്സിനേക്കാൾ മുകളിൽ വേണം ബുദ്ധി നിൽക്കാൻ. പക്ഷെ നമ്മുടെ 99% നിങ്ങൾ ലോകത്തിലേക്ക് നോക്കിക്കോളൂ, എന്താ സംഭവിക്കണമെന്നുള്ളത്. ബുദ്ധിക്ക് മുകളിൽ മനസ്സ് നിൽക്കും. നേരെ തിരിച്ചാ. വളരെ സിമ്പിളാണ്. ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ അങ്ങോട്ട് ഓടി അങ്ങോട്ട് പോകും, ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ. നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തൊരു വണ്ടി മേടിക്കണം എന്ന് തന്നെ ചിന്തിക്കുമ്പോൾ നമ്മളത് അതിൻ്റെ ആ ആഗ്രഹത്തിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്കുണ്ടാവും. നമ്മൾ വിഷയങ്ങളിലേക്ക് അങ്ങോട്ട് പോകണില്ലേ, അതേ സമയം കുറഞ്ഞു എന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മനസ്സാണ് ജയിച്ച് നിൽക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അവിവേകം സംഭവിക്കും. ഓരോരോ ആവശ്യമില്ലാത്ത ആപത്തുകളിൽ പോയി നമ്മൾ ചാടും. ഇതാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ നേരെ തിരിച്ച ബുദ്ധി നന്നായിട്ട് വിവേചിച്ചറിഞ്ഞ് വിവേകവൃത്തികൾ 1000 മടങ്ങ് ഉയർന്നുയർന്നു വരുന്നത് കൊണ്ട് ആവശ്യമില്ലാത്ത ആപത്തിൽ പോയി ചാടില്ല. ഉൽക്കൽ രക്ഷപ്പെട്ടു. അപ്പോൾ രാജ്യത്തോ കൊട്ടാരത്തിലുള്ളവരെന്താ പറയുക? ഇയാളൊന്നിനും കൊള്ളില്ല, ഒരു നിർഗുണ പരബ്രഹ്മം. സത്യ സാക്ഷാൽ വാസുദേവൻ നിർഗുണ പരബ്രഹ്മം തന്നെയാണ്. അങ്ങനെ തന്നെയല്ലേ പറയാ. നിർഗുണനാണ്, നിരാകാരനാണ്, നിശ്ചലനാണ്, സർവവ്യാപിയാണ്, അചലമാണ് ഈശ്വരൻ. ഭാഗവതത്തിൽ നമ്മൾ എത്രയോ കഥാസന്ദർഭങ്ങൾ പറയുന്നത് നിരാകാരനാണ്. പക്ഷേ ഈ നിർഗുണത്വം എന്ന് പറഞ്ഞാൽ ഗുണമില്ലായ്മയല്ല, സകല ഗുണങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന ഗുണാതീതമായ അവസ്ഥയിലാണ് ഉൽക്കലൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജ്ഞാനാഗ്നി പ്രകാശിച്ച് അദ്ദേഹത്തിൻ്റെ അന്ധക്കരണത്തെ എങ്ങനെയാണെന്നാണ് പറയണമെന്നറിയോ? നമ്മൾ ഈ ഉണങ്ങിയ പുല്ല്, നമ്മൾ അതുപോലെ വിറകിൻ്റെ അകത്ത് അഗ്നിസ്തത്വം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുക. അതിന് പറ്റിയ ഒരു സാഹചര്യം, ഒരു കഷണം വരുമ്പോൾ അഗ്നി അങ്ങോട്ട് ആ വിറകിൽ നിന്ന് അങ്ങോട്ട് പ്രോജ്വലിച്ചിങ്ങോട്ട് വരും. അഗ്നിസ്തത്വം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുക. പക്ഷെ അത് വിറകിലുണ്ട്, ഈ തൃണം എന്ന് പറയുന്ന പുല്ലിലുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെയുള്ള ഈ ജ്ഞാനമാകുന്ന അഗ്നി അതിനെ തന്നെ ഭസ്മീകരിക്കുന്നത് പോലെ. പിന്നെ അപ്പോൾ നോക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഇങ്ങനെ മൂടിക്കിടക്കുക ആര് ചാരം. പക്ഷെ ഉള്ളിലോ അകത്ത് അന്തശീതളിമ, അനന്തമായ ആനന്ദം തൻ്റെ ഉള്ളിൽ തന്നെ. ഓരോ ശ്വാസവും അകത്തേക്ക് സോഹം, ഹംന്ന് ജപിക്കുമ്പോൾ അകത്തേക്കും, സോന്ന് ജപിക്കുമ്പോൾ പുറത്തേക്കും പോകുമ്പോൾ ഓരോ ശ്വാസവും അകത്തേക്കും പുറത്തേക്കും പോകുമ്പോൾ ഓർഗാസം പോലെ അനന്തമായിട്ട് ഇങ്ങനെ ആനന്ദം നിരന്തരം. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു മുറിക്കകത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ ആനന്ദം അനുഭവിച്ചിരിക്കാൻ പറ്റുന്നൊരവസ്ഥ. അങ്ങനെ ഒരാളിരുന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കുറച്ച് കാലം മുമ്പ് തമിഴ്നാട്ടിലെ, ഓർമ്മയില്ലേ? രമണ മഹർഷി. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്നും എടുത്തുനിന്ന് പഠിച്ചാൽ മതി. ഇത് നല്ല കറക്റ്റായിട്ട് കാണാം. ഈ ഭരതയോഗീശ്വരനെയും ഉൽക്കലനെയും ഋഷഭദേവനെയും എല്ലാം, ഏറ്റവും ഒടുവിൽ പൃഥുവിനെയും ഒക്കെ എവിടെ കാണാം? ഈ രമണ മഹർഷിയിൽ കാണാം. നല്ല ഒന്നാം തരം എക്സാമ്പിളാണ്. 12 വയസ്സിൽ വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം സമയമില്ല പറയാൻ, ഒന്നെടുത്ത് പഠിച്ചാൽ മതി. ഇവരൊക്കെ കയറി വരും കേട്ടോ. കാരണം ഇവർ ചുറ്റും നിൽക്കുക. ഈ രമണ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, സന്ത് ജ്ഞാനേശ്വർ, ശ്രീ ഗുരു ബാബാജി, ഇങ്ങനെ തുടങ്ങി വലിയൊരു യോഗ പരമ്പര, ഗുരുപരമ്പര, ചട്ടമ്പി സ്വാമികൾ, ഇവരിങ്ങനെ നമ്മുടെ ചുറ്റും നിൽപ്പുണ്ട് അദൃശ്യരായിട്ട്. എങ്ങനെ? അറിവായിട്ട്. ഈശ്വരൻ്റെ സ്വരൂപം എന്താ? സത്യം, ജ്ഞാനം, ആനന്ദം, ബ്രഹ്മ. ഇവരറിവായിട്ട് ഇവിടെ നിൽക്കുക. അനന്തമായ അവയർനെസ്. അതുമായിട്ട് നമ്മുടെ തലച്ചോറൊന്ന് ട്യൂൺ ചെയ്താൽ മതി, കണക്ടിവിറ്റി കിട്ടും. ഒരു പുസ്തകവും പഠിക്കണ്ട, ഒരു സ്ക്രിപ്ചറും പഠിക്കണ്ട, ഒരു വേദാന്തവും പഠിക്കണ്ട, ഒരു ശാസ്ത്രം പഠിക്കണ്ട. പക്ഷെ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉണരരുത്, ഇനി ഉറങ്ങിയിടാതിരുന്നിടണം അറിവായി. ഉണരരുത്, ഉറങ്ങാനും പാടില്ല. അപ്പോൾ അറിവായിട്ട് നിൽക്കണം. അതിന് പറ്റുമോ? അതിന് ഒരു ഗുരുവിൻ്റെ ആവശ്യമില്ല. അതിന് പറ്റണില്ലാച്ചാൽ എന്ത് ചെയ്യണം? പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനി ജനസേവയിൽ മൂർത്തി നിർത്തിയിടണം. നമ്മൾ ചെയ്യാനുള്ളത് ഇതാ. നമ്മളെ കൊണ്ട് നേരിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ബ്രഹ്മാനന്ദം ഒറ്റയ്ക്ക് ഇരുന്നത് അവിടെ നിന്ന് മഞ്ഞുമെന്നൊരു ഉണ്ണിഷം വന്നു. അയാളും പറയണുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന ആനന്ദം കിട്ടുന്നു. അയാൾക്ക് എന്തോ ഇച്ചിരി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നണു. അല്ലെങ്കിൽ അയാൾ പറയില്ലല്ലോ. പറയോ? കിട്ടാതെ പറയോ ആരെങ്കിലും? ഞാനും നിങ്ങളെപ്പോലെ നിരവധി വിഷയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ പോയി ഇങ്ങനെ മൂക്കുകുത്തി വീണ് പല ചെളിവെള്ളവും കുടിച്ച് ഏറ്റവും ഒടുവിൽ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറയും എന്താ? എല്ലാ സത്സംഗത്തിലും പറയും ഞാൻ, ഏറ്റവും ഇഷ്ടം എന്താ? വെറുതെ മിണ്ടാണ്ടിരിക്കുക. എന്തൊരു സുഖ. ഒരു ശബ്ദകോലാഹലം ഉണ്ടാക്കണ്ട. ഇപ്പം ഇത്ര 1 മണിക്കൂർ ഇപ്പോൾ സംസാരിക്കുമ്പോൾ സത്സംഗം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്വാസം ഇവിടെ കിടന്ന് പണിയെടുക്കുക, പ്രാണൻ ഇവിടെ കിടന്ന് പണിയെടുക്കുക, ശരീരമാകുന്ന ഈ ഫാക്ടറിക്ക്. ശരിയല്ലേ? അപ്പോൾ ഉൽക്കലൻ്റെ അടുത്ത പുത്രൻ വന്നു, ധ്രുവൻ്റെ പുത്രൻ വന്നു, വത്സരൻ, പിന്നെ അത് കഴിഞ്ഞ് പുഷ്പാർണൻ. ഇങ്ങനെ ആ വംശപരമ്പരയൊക്കെ വർണ്ണിച്ചങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അങ്കൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവിൻ്റെ കഥ പറഞ്ഞു. അങ്കൻ എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് കഥയാണ്. അദ്ദേഹം തൻ്റെ പുത്രദുഃഖത്താൽ രാജ്യം വിട്ടുപോയി എന്ന് കേട്ടപ്പോൾ വിതുരർ പിന്നെയും ചോദ്യം ചെയ്തു. ഇങ്ങനെ ഇരിക്കുകയല്ല, ചോദ്യം ചെയ്യും. നിങ്ങളും ചോദ്യം ചോദിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. എനിക്കതാ ഇഷ്ടം. അറിയാവുന്നതാണെങ്കിൽ പറയും, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും.
അങ്ങനെ ചോദ്യം ചോദിക്കണം. അങ്ങനെയൊക്കെ ശരിക്കും സത്സംഗം നടക്കേണ്ടത്. അപ്പോൾ ഇൻട്രാക്ഷൻ വരുമ്പോഴാണ് കൂടുതൽ, ഇൻഫോർമൽ സത്സംഗം വരുമ്പോഴാണ് കൂടുതൽ ഇഫക്റ്റീവ് ആവുക എന്ന് പറയും. എനിക്കതാ കൂടുതൽ താല്പര്യം. ദൂരെ കസേര നീ റേഡിയോ ഉച്ചഭാഷണി പോലെ പറഞ്ഞാലൊന്നും ശരിക്കും അങ്ങോട്ട് സീഡ് വിത്ത് പോയി പതിക്കില്ല. വിത്ത് പതിക്കണമെങ്കിൽ ഇൻട്രാക്ഷൻ വേണം. ഇവിടെ വിതുരർ ചോദിച്ചു, അതെന്താ ഇത്രയും വലിയ പ്രഗത്ഭമായ ധർമ്മിഷ്ഠന്മാരായ ഈ വംശപരമ്പരയിൽ ഈ അംഗമഹാരാജാവ് രാജ്യം വിട്ട് കാട്ടിലേക്ക് പോകാൻ ഇങ്ങനൊരു അധർമ്മിയായ, സദാചാരം തൊട്ടടുത്ത് കൂടെ പോലും പോവാത്ത വേനൻ എന്ന് പറയുന്നൊരു പുത്രൻ ഉണ്ടാവാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ കഥ വിസ്തരിച്ച് പറഞ്ഞു. അത് ഈ അംഗമഹാരാജാവിന് പുത്രന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സുനീത എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അശ്വമേധയാഗം കഴിച്ചു. പെട്ടെന്ന് പറയാം, അശ്വമേധയാഗം കഴിച്ചപ്പോൾ ഈ ഹവിസ് കൊടുക്കുമ്പോൾ ദേവന്മാരെല്ലാം, ദേവേന്ദ്രനും കുറേ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഉണ്ടല്ലോ, അവരിങ്ങോട്ട് വന്നിട്ട് ഇതെല്ലാം വാങ്ങി ഭക്ഷിക്കണം. അവരാരും ഹവിസ് സ്വീകരിക്കാൻ വന്നില്ല. മൗനവ്രതത്തിലിരുന്ന അംഗരാജാവ് ഹൃത്തിക്കുകളെ നോക്കി, എന്താ ദ്രവ്യശുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടോ, കർമ്മത്തിന് വല്ല കുഴപ്പമുണ്ടോ, മന്ത്രവും സ്വരവും വർണ്ണവും സ്ഥാനവും ഒക്കെ വല്ലതും തെറ്റിയിട്ടുണ്ടോ, അതോ യജമാനായ ഞാൻ ആചരിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സ്പീഡ് കൂടുന്നുണ്ടോ, ഇല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള മട്ടിൽ ഇതൊക്കെ വളരെ വിസ്തരിച്ച് പറയേണ്ട ഭാഗമാണ്. വളരെ നമുക്ക് സമയം കുറവായിരുന്നു, പറന്നു പോവുക നമ്മൾ, ഒപ്പം ഓടിക്കൊള്ളാം. അപ്പോൾ ഇങ്ങനെ ഹൃത്തിക്കുകൾ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ഒന്നാം തര ഹവിസ ഹോമകുണ്ടത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കണത്, ദ്രവ്യശുദ്ധി സ്വരമൊക്കെ ഉണ്ടല്ലോ നല്ല കൃത്യമായിട്ടാ ഞങ്ങൾ ഓം ഭൂർഭുവസ്വ തത് സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾ ചൊല്ലണേ. ഒരു കുഴപ്പമില്ല. ആ മന്ത്രം ചെല്ലുന്ന രീതി ഉണ്ടല്ലോ, ആ തരംഗാവലി, സാമവേദം സംഗീതാത്മകമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു എനർജി വരും അവിടെ. ആ രീതിയിലൊക്കെ ചൊല്ലണേ, ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെന്താ, അപ്പോൾ തന്നെ സദസ്യരോട് ചോദിച്ചു. അപ്പോൾ സദസ്യർ പറഞ്ഞു, അതേ രാജാവേ, ഞങ്ങൾ കാര്യം തുറന്നു പറയാം. ഒരു കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തുണ്ടാവും, കാരണം. ഇതാണ് ഈ അന്വയവും വ്യതിരേകവും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു, എന്ത് ഈ അന്വയം വ്യതിരേകം, ഒരു പിടിയും കിട്ടണില്ല വേദാന്തം കേൾക്കുമ്പോൾ. ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു കാരണം ഉണ്ടാവും. അത് സൂക്ഷ്മമായ നിരീക്ഷണ ബുദ്ധി ഉണ്ടെങ്കിൽ, നല്ല ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. വളരെ ആഴത്തിൽ നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അങ്ങയ്ക്ക് പൂർവ്വജന്മത്തിൽ കുറേ അധർമ്മത്തിൻ്റെ അംശം ബാധിച്ചിട്ടുണ്ട്. ഒരു പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ദേവന്മാരൊക്കെ വരും. വേഗം ശ്രീഹരിയെ എല്ലാ പാപങ്ങളും എപ്പോഴും നശിപ്പിക്കാൻ സർവദാ സമർത്ഥനായിരിക്കുന്നത് കൊണ്ടാണ് ഈ ഹരി എന്ന പേര് വന്നത്. അതുകൊണ്ട് ആ ഹരിയുടെ നാമം മനസ്സിൽ സങ്കല്പിച്ചും കൊണ്ടൊരു യാഗം അങ്ങോട്ട് കഴിച്ചോളൂ. അപ്പം തന്നെ ഹൃത്തികൾ പറഞ്ഞു, ദക്ഷിണയൊക്കെ തന്നാൽ ഇന്നത്തെ പോലെ അന്നുണ്ട് ദക്ഷിണയോടൊക്കെ വലിയ താല്പര്യം, ഞങ്ങൾ കഴിച്ചോളാം, നന്നായിട്ട് കഴിക്കാം. വേഗം യാഗം അങ്ങോട്ട് തുടങ്ങി. അതിൽ നിന്ന് ഒരു സ്വർണ്ണപാത്രത്തിൽ ഈ പറഞ്ഞ പായസമൊക്കെ ആയിട്ട് ഒരു നല്ല സുന്ദര തേജസ്സോടുകൂടി ഒരാൾ വന്നു. ഈ പായസം കൊടുത്തു. രാജാവ് അത് ആക്രാണിച്ചു, തൻ്റെ പത്നിക്ക് കൊടുത്തു. പത്നി അത് സന്തോഷത്തോടെ കഴിച്ചു. സാധാരണ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ദക്ഷിണയാണ് രാജാവ് കൊടുത്തു എന്നൊക്കെയാണ് ഭാഗവതം പറയണേ. ഇരട്ടി ദക്ഷിണയൊക്കെ കൊടുത്തു, സന്തോഷമായിട്ട് നമസ്കരിച്ചു, ഇത് കഴിച്ചു. ഒരു പുത്രനുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ അധർമ്മത്തിൻ്റെ അംശത്തിൽ നിന്ന് പൂർവജന്മവാസന, അതാണ് പൂർവജന്മകൃതം പാപം. രാജാവിനും ഈശ്വരാനുഗ്രഹം വന്നു എന്നാണ് എൻ്റെ ഗുരുനാഥൻ പണ്ട് 20 വർഷം മുമ്പ് എറണാകുളം ശിവക്ഷേത്രത്തിൽ ഞങ്ങൾ 5-6 പേര്, ഞാൻ 29-30 വയസ്സുള്ള ഒരാളും എൻ്റെ കൂടെ കുറേ അമ്മമാരും, പാലേരി എന്ന് പറയുന്ന ഋഷിതുല്യനായ എൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, കുൽസിതപുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സമൃദ്ധായി. എന്താ അർത്ഥം മനസ്സിലായോ? വിരക്തി വരാനാ, വിപരീത ഭാവം. നല്ല സ്നേഹാതിശയുള്ള സൽപുത്രൻ, തൻ്റെ കുടുംബത്തിൻ്റെ പേര് കാക്കുന്നവൻ, നല്ലൊരു ഗുഡ് ഹ്യൂമൻ ബീങ്ങാ. എൻ്റെ രാമൻകുട്ടി മാഷേ, നിങ്ങളുടെ മോനുണ്ടല്ലോ എത്ര നല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ യശസ് വർദ്ധിപ്പിക്കാനുണ്ടായതാ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും കൂടി സാത്വിക അഹന്തയുടെ പുറത്ത് ആ മരത്തിൻ്റെ അടിയിലേക്ക് എന്ത് ചെല്ലും? വെള്ളവും കാര്യം പിടികിട്ടിയില്ലേ? മനസ്സിലായില്ലേ? കുറച്ചും കൂടെ ഒട്ടല്ലേ. നമുക്കൊന്ന് അഭിമാനമായി, എൻ്റെ മോനെക്കുറിച്ച് എത്ര നല്ല വാക്കുകളാണ് കേൾക്കണേ. പക്ഷെ നേരെ വിപരീത ഭാവത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന് നല്ല വിരക്തി ഉണ്ടായി. സാമം ദാനം ഭേദം, ദണ്ഡിക്കാൻ പേടിയാണ്, കാരണം തിരിച്ചടിച്ചാലോ. അതുകൊണ്ട് ദണ്ഡിക്കാൻ പോയില്ല, എല്ലാ വഴിയും നോക്കി. ആരെ? ഈ അംഗമഹാരാജാവ്. അദ്ദേഹത്തിന് വലിയ മനോദുഃഖമായി, സുഖനിദ്രയൊക്കെ നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തീരുമാനിച്ചു, ഇത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ്, എനിക്ക് കാട്ടിലേക്ക് പോവാൻ നേരായി. എന്തിനാ? ആ ബ്രഹ്മപദം എന്നെ കാത്തിരിക്കുക. അദ്ദേഹം ആരോടും ഒന്നും പറയാണ്ട്
ഈ പുത്രൻ, ഈ കുട്ടിയുടെ പരിപാടിയോ ആ രാജ്യത്തുള്ള ആളുകളൊക്കെ ഓടും. ദേ വേനം വരണേ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടും. നമ്മുടെ ഇന്നത്തെ ചില മന്ത്രിമാരുടെ വണ്ടി പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഞാൻ അതിലേക്കൊന്നും പോകണില്ല, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? മന്ത്രിമാരുടെ വണ്ടി പോകുമ്പോൾ അട്ടിക്കൊണ്ട് ആൾക്കാർ ഓടണം. ഇതുപോലെയാണ്. ഇത് അതുമാത്രമല്ല, കുട്ടികളെയൊക്കെ പിടിച്ച് കിണറ്റിലിടുക, പ്രാണിഹിംസ ചെയ്യുന്നതിലൊരു ആനന്ദം, മറ്റുള്ളവരെ തല്ലിക്കൊല്ലുന്നതിലൊരു പ്രത്യേക രസം, ഒരാനന്ദം. അങ്ങനെയുണ്ടല്ലോ ചില കൂട്ടരെ. ആ ഒരു രസമാണ് ഇദ്ദേഹത്തിന്. ഇങ്ങനെ ഒരു അധർമ്മിയായിട്ടുള്ള ഈ മനുഷ്യൻ വേനം വളർന്നു വന്നു. രാജകുമാരനായപ്പോൾ അച്ഛൻ കാട്ടിലേക്ക് പോയി തപസ് ചെയ്ത് ഗുരുവായൂരപ്പനെ പ്രാപിച്ചു. മന്ത്രിമാരും പ്രജകളും ഒക്കെ കുറേ ദിവസം കണ്ണുനീരോടുകൂടിയൊക്കെ അന്വേഷിച്ച് നടന്ന് അവസാനം തിരിച്ചു വന്ന് ഭൃഗു മഹർഷി തുടങ്ങിയ ഋഷിമാരെയൊക്കെ വിളിച്ചു കൂട്ടി. ഈ ലോകം അനാഥമായില്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മനസ്സില്ലാ മനസ്സോടുകൂടി ശാസ്ത്രധർമ്മങ്ങളൊക്കെ അനുസരിച്ച് ഈ വേനനെ പിടിച്ച് രാജാവായിട്ട് പറ്റിയ പണിയായില്ലേ? എന്നാലോചിച്ച് നോക്കൂ. നല്ല ആളെ തന്നെ സിംഹാസനത്തിലിരുത്തിയത്. വേനൻ അങ്ങോട്ട് തുടങ്ങി തൻ്റെ അങ്ങോട്ട് ധർമ്മം, അഹങ്കാരം. രാജ്യത്തുള്ള ഈ കള്ളന്മാരും മോഷ്ടാക്കളൊക്കെ ഓടി ഒളിച്ചു എന്നാണ് പറഞ്ഞത്. ഇയാളെ കണ്ട് പേടിച്ച്. ഇയാൾ അത്ര ക്രൂരനാണേ. പക്ഷേ കൊടുത്ത കൈക്ക് തന്നെ, പാല് കൊടുത്ത കൈക്ക് കടിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ മഹർഷിമാർക്കിട്ട് ആദ്യത്തെ 8ൻ്റെ പണി കൊടുത്തത് എന്താ കൊടുത്തേ? ഈ യാഗം, ദാനം, തപസ് ഇത്യാദി പരിപാടികളൊന്നും ഇനി ഈ രാജ്യത്ത് വേണ്ട കേട്ടോ. ആ ഹിരണ്യകശിപു ചെയ്താൽ ഈ പരിപാടിയൊന്നും ഇവിടെ വേണ്ട. ദാനം കൊടുക്കുകയെ, ആ പരിപാടിയിൽ എല്ലാ ദാനവും രാജാവിന്, കരം പിരിക്കലൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്നായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം മഹർഷിമാർ പിന്നെയും ഒരു കോൺഫറൻസ് കൂടി. ഇനി എന്താ ചെയ്യുക? എന്തായാലും പോവുക തന്നെ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ സർവ്വവ്യാപിയായ ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞെന്ന് എൻ്റെ മാത്രം ആനന്ദമായിട്ടിരുന്നാൽ പോരാ. ഈ മറ്റുള്ള ആൾക്കാരും ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. സർവഭൂത ഹിതേരത, സർവഭൂതങ്ങൾക്ക് ഹിതം ചെയ്യുക എന്നുള്ളതാണ് ധർമ്മം. അതുകൊണ്ട് ഇവർ ചെന്ന് ഒന്ന് ഉപദേശിച്ച് കളയാമെന്ന് പറഞ്ഞൊരു 8 ശ്ലോകം കൊണ്ട് അങ്ങോട്ട് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ആരെ? വേനനെ ഉപദേശിച്ചപ്പോൾ വേനം പറഞ്ഞേ, നല്ല ഉപദേശമാണ് കൊടുത്തേ. ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞ് വേനം പറഞ്ഞേ, നിങ്ങളെക്കുറിച്ച് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു. നിങ്ങൾ ഈ അധർമ്മത്തേക്ക് ഇങ്ങനെ ധർമ്മമായിട്ട് വ്യാഖ്യാനിക്കുക. നിങ്ങൾക്ക് ഈ യാഗവും യജ്ഞമൊക്കെ മുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും സകല കാര്യങ്ങളും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആരാ നടത്തി തരണേ? ഈ രാജാവാ. മാത്രമാണോ? ഈ രാജാവിൻ്റെ ശരീരത്തിലല്ലേ ഈ പരമേശ്വരൻ, ഇന്ദ്രൻ, ബ്രഹ്മാവ് തുടങ്ങി സകല ദേവീദേവന്മാർ ആരുടെ ശരീരത്തിലിരിക്കണേ? അങ്ങനെയല്ലേ പറയാ? രാജാവിൻ്റെ ശരീരത്തിലാണ്. ആ കാണപ്പെട്ട ദൈവമാണ് രാജാവെന്നാണ് പണ്ട് പറയാം അല്ലേ? എല്ലാവരും രക്ഷിക്കേണ്ട പ്രജാക്ഷേമ തൽപരൻ രാജാവല്ലേ? എന്നെ അല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? നിങ്ങൾ ഈ ചില ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് എല്ലാം മേടിച്ചെടുത്തിട്ട് ജാരനെ തേടിപ്പോകുന്ന കുൽസിത സ്ത്രീകളുടെ പണിയാണ് മഹർഷിമാരെ നിങ്ങൾ എൻ്റെ അടുത്ത് ചെയ്യണത്. എങ്ങനെയുണ്ട്? അതിൽ ചില മഹർഷിമാർ ഓൾറെഡി തീരുമാനിച്ചുറപ്പിച്ചാൽ വന്നേ. അവർക്കറിയായിരുന്നു ഇവൻ്റെ അടുക്ക് പോയിട്ട് ഭൃഗുമഹർഷിയോട് പറഞ്ഞു, ഒരു കാര്യമില്ല കേട്ടോ, ഈ അങ്ങ് വിളിക്കണോണ്ട് ഞങ്ങൾ വരാമെന്നുള്ളൂ, അവൻ നന്നാവാനൊന്നും പോണില്ല എന്ന് പറഞ്ഞു. ഒരു കഴിഞ്ഞു. ആരുടെ കാര്യം? വേനൻ്റെ കഥ കഴിഞ്ഞു. ഒരു ഹുംകാര ശബ്ദത്തോടു കൂടി ഈ വേനനെ അങ്ങോട്ട് അവർ വധിച്ചു. ഗുരുവായൂരപ്പൻ്റെ അന്തർപ്രേരണ കൊണ്ട്, നമ്മളൊക്കെ അങ്ങനെ തന്നെ അന്തർപ്രേരണ കൊണ്ട് ഈ സുനീത മകൻ്റെ ശരീരമെടുത്ത് ഒരു ഔഷധമൊക്കെ പുരട്ടി ഒരു എണ്ണത്തോണിയിൽ ഭദ്രമായിട്ട് വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞു. രാജ്യം അനാഥമായി, അരാജകത്വം വാണു, കള്ളന്മാർ കൂടി. അപ്പോൾ ഒരു രാജാവിനെ കണ്ടെത്തണം. അതിൻ്റെ കാരണം അവിടെ തീരുകയാണ്. എന്താ? പൃഥു ആവിർഭവിക്കാനായി അല്ലേ? ചില ആചാര്യന്മാർ പറയും കടച്ചിൽ. എനിക്കതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മനസ്സാണ് കടയേണ്ടത്. നമ്മുടെ മനസ്സ് കടയുമ്പോൾ ആദ്യം എന്താ വരിക എന്നറിയോ? ആദ്യം എന്താ വരിക? ഇവിടെ വേനൻ്റെ ശരീരം കീഴ്ഭാഗം കടഞ്ഞപ്പോൾ വന്ന സാധനം അത് തന്നെയാണ്. ആദ്യം ഒരു കറുത്ത് കാക്കയെ പോലെ കുറുകിയ ഒരു അധർമ്മത്തിൻ്റെ അംശമായിട്ടുള്ള ഒരു ചെറിയ മനുഷ്യൻ. ആ മനുഷ്യൻ വന്നിട്ട് ഈ മഹർഷിമാരെ തൊഴുതിട്ട് ചോദിച്ചു, ഭയങ്കര വികൃതരൂപിയാണത്രേ. അയാൾ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു നിഷീത എന്ന ശബ്ദം പ്രയോഗിച്ചു. അതുപോലെ നിഷീതൻ കാട്ടാളനായിട്ട്, അവർ കാട്ടാള വംശമായിട്ട് അത് മാറിയെന്നൊക്കെയാണ് ഭാഗവതം പറയുക. നമ്മളതിൻ്റെ അടുത്ത ഭാഗത്തേക്ക്, നമുക്ക് പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാനും വിസ്തരിക്കണില്ല. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനസ്സ് കടഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരിക നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൽ എറിഞ്ഞിട്ടുള്ള ഹലാഹലം, കാളകൂട, വിഷം. അതാണ് ഈ മെഡിറ്റേഷനൊക്കെ പോയിരിക്കുമ്പോൾ ആദ്യം മെഡിറ്റേഷൻ ധ്യാനമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വല്ലാത്ത നെഗറ്റീവ് എഫക്റ്റായിരിക്കും. എല്ലാം കൂടെ പൊങ്ങി വരും. അപ്പം നമുക്ക് നമ്മുടെ തന്നെ മുഖം, നമ്മൾ ഒറ്റയ്ക്കിരുന്നാണല്ലോ ധ്യാനിക്കണം, അപ്പം നമ്മുടെ മുഖം ഇത്ര വികൃതമാണോ എന്ന് നമുക്ക് തന്നെ തോന്നും. ഇത്രയും നെഗറ്റീവ് എൻ്റെ ഉള്ളിലുണ്ടോ? കാരണം ഇത് അടി കിടക്കുക ചേറ് മുഴുവൻ. മിനിഞ്ഞാന്ന് ഞാനൊരു സൈക്കോളജിസ്റ്റ് ഡോക്ടറായിട്ടൊരു ചെറിയ കോൺവെർസേഷൻ ഉണ്ടായി. നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരു 10 മിനിറ്റ്. അപ്പോൾ എൻ്റെ സെഷന് മുമ്പ് അവരാ ക്ലാസ് എടുത്തത് കുട്ടികൾക്ക്. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളുടെ പ്രീ കൗൺസിലിംഗ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ സൈക്കോളജി ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയും, സാറേ 10% പോലും ബ്രെയിൻ
സൈക്കോളജിയിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹിപ്നോട്ടിസമൊക്കെ ചെയ്യുന്നത്. ബാക്കി 90% അങ്ങോട്ട് കിടക്കുക അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ്റെ കാര്യം പറഞ്ഞേ, എന്നാലോചിച്ച് നോക്കുക. അപ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ വിഷം ജന്മജന്മാന്തരങ്ങളായിട്ട് ഇപ്പം അത് പുറത്തു വരാണ്ട് അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ഇതാണ് സത്യാന്വേഷി ആദ്യം നേരിടുന്ന ചലഞ്ച്. സത്യത്തെ അന്വേഷിക്കാൻ ഗുരുവായൂരപ്പനെ തേടാൻ പോകുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ വിഷം വരുന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. പ്രത്യേകിച്ചും ഈ ധ്യാനത്തിലൊക്കെ പുരോഗമിക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ഗുട്ടൻസ് ഉണ്ടോ എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഫുഡ് ഫോർ തോട്ട് തന്നതാണ്. വീണ്ടും പൃഥുവിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ വലത്തെ കൈ കടഞ്ഞപ്പോൾ പൃഥു രാജാവും ഇടത്തെ കൈയിൽ നിന്ന് അർച്ചിസ് എന്ന് പറയുന്ന ഭഗവാനെ വിട്ടുപിരിയാത്ത ഭഗവാന്റെ ഐശ്വര്യമാകുന്ന മഹാലക്ഷ്മിയും അതിൽ നിന്ന് ആവിർഭവിച്ചു. പൃഥുവിൻ്റെ ആ ഒരു മനോഹരമായ ഒരു എൻട്രി ഉണ്ടല്ലോ ഭാഗവത്തിലെ. പൃഥു ആരാ ശരിക്ക്? സാക്ഷാൽ ഗുരുവായൂരപ്പനാ. എന്താ പൃഥു വരാൻ കാരണം? പൃഥുവിന് തൻ്റെ ഈ ഭൂമി തൻ്റെ മകളെപ്പോലെ പരിപാലിച്ചുകൊണ്ട് പൃഥ്വി എന്നുള്ള പേര് കൊടുത്തുകൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഭൂമിയെ ഈ രൂപത്തിലേക്ക് പരുവപ്പെടുത്തി ട്രാൻസ്ഫോം ചെയ്തെടുത്തത് പൃഥ്വിരാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യ രാജൻ. അപ്പോൾ അതിനു മുമ്പ് രാജാക്കന്മാരുടെ വംശമൊക്കെ ഇവിടെ വർണ്ണിച്ചല്ലോ എന്ന് സംശയം വരാം. പക്ഷേ സകലവിധமான പരിഷ്കാരങ്ങളും ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിലേക്ക് സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നത് പൃഥുവാണ്. ഗംഭീരമായിട്ട് വ്രജം, ഗ്രാമം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, അഴുക്ക് പോകുന്നതിന് ലൈറ്റിങ് എന്ന് വേണ്ട നമ്മുടെ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ സകല സംവിധാനങ്ങളും. മാത്രവുമല്ല ആ സമയത്ത് ഈ ഭൂമിയുടെ അവസ്ഥ പൃഥു വരുന്ന സമയത്ത് പറയുന്നുണ്ട്, വളരെ കൃശഗാത്രരാത്രേ മനുഷ്യരൊക്കെ. ഒന്നിനും ആരോഗ്യമില്ല. എന്താ കാരണം? ഈ ഉപജീവന ദ്രവ്യങ്ങൾ, ഈ നെല്ലൊക്കെ ഉണ്ടല്ലോ, നെല്ല്, യവം, അതെല്ലാം ഔഷധി ബീജങ്ങളെല്ലാം ഭൂമി എന്ത് ചെയ്തു? ഈ അധർമ്മികളെ കൊണ്ട് അങ്ങോട്ട് പെരുത്തപ്പോൾ ഉള്ളിലേക്ക് എടുത്തു. ബ്രഹ്മദേവൻ ഇതൊക്കെ സൃഷ്ടി നടത്തിയപ്പോൾ കൊടുത്തിരുന്നു. പക്ഷേ ഭൂമിദേവി പൃഥുവിൻ്റെ മുമ്പിലൊന്ന് പറയാം, ഞാനിതൊക്കെ അകത്തേക്ക് വലിച്ചു. എന്തുകൊണ്ടാണ്? ഇത്ര അധർമ്മികൾ ഈ ഭൂമിയിൽ നിരന്നപ്പോൾ ഇതെല്ലാം എൻ്റെ ഉള്ളിൽ നിലീനമായിപ്പോയി. ഇനി അങ്ങേപ്പോലൊരു മഹാരാജൻ, പ്രജാക്ഷേമ തൽപരൻ, മറ്റുള്ളവരുടെ നന്മയെ മാത്രം കരുതി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കർമ്മമോക്ഷായ കർമാണി വിധത്തെ. എങ്ങനെയാണ് ഈ കർമ്മം എന്ന് പറഞ്ഞ കുരുക്കിൽ നിന്ന് പുറത്തേക്ക് പോവുക? സകാമ കർമ്മം. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു പ്രതീക്ഷയോടുകൂടി ആദ്യം കർമ്മം ചെയ്യുക. രണ്ടാമത് നിഷ്കാമ കർമ്മം, കുറച്ചും കൂടെ നമ്മൾ പുരോഗമിച്ചു. പിന്നെയോ കർമ്മയോഗം, കർമ്മത്തിൻ്റെ ഫലത്തെ ഈശ്വരനുമായിട്ട് സന്ധിപ്പിച്ചു. പിന്നെയോ ജ്ഞാനപ്രാപ്തി. മറന്നു പോകണ്ട, കുറേ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? എന്താ? സകാമകർമ്മം, നിഷ്കാമകർമ്മം, കർമ്മയോഗം, ജ്ഞാനപ്രാപ്തി. ഞാൻ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാനല്ല കൊടുക്കുന്നത്, ഞാൻ എന്നെ തന്നെയാണ് ഊട്ടുന്നതെന്ന് പറയുന്ന ആ പരമമായ മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവനും തൊൽപ്രാണദേഹം, അതിലേക്ക് എത്തിച്ചേരണം. ഞാൻ ഊണ് കഴിക്കാതെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ആനന്ദ. കുറച്ച് ബുദ്ധിമുട്ടല്ലേ പ്രായോഗികമായിട്ട്, പക്ഷേ ശ്രമിച്ചാൽ സാധിക്കും. ഒരാൾക്ക് കൊടുക്കുന്നത് വേറൊരാൾ അറിയരുത്. എന്നിട്ട് മെഡിറ്റേഷനൊക്കെ വന്നിട്ടാൽ നല്ല എഫക്റ്റായിരിക്കും. അത് നന്നായിട്ട് മെഡിറ്റേഷൻ നടക്കും. അന്ന് ഉള്ളിൽ പല അനുഭവങ്ങളും ഉണ്ടാവും, പല അനുഭൂതികളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങും. ഇവിടെ പൃഥ്വിരാജാവ് ജനിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗംഭീരമായ സ്തുതിയൊക്കെ ഉണ്ട് കേട്ടോ. ബ്രഹ്മദേവൻ, പരമേശ്വരൻ, സനകാദി യോഗീശ്വരന്മാർ, കപിലമുനി തുടങ്ങി ഈ പ്രപഞ്ചത്തിൽ എത്ര ദേവീദേവൻ സങ്കല്പങ്ങളുണ്ടോ അവർ മുഴുവൻ അവിടെ ആവിർഭവിച്ചു. എന്താ? ഗുരുവായൂരപ്പനാ. അവർ ഈ സാമുദ്രിക ലക്ഷണങ്ങളൊക്കെ നോക്കാൻ അറിയാവുന്നവരാ. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. ആ വലത്തെ കൈയും വലത്തെ കാലിലുള്ള രേഖകൾ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തിൽ നിന്ന് വന്നിരിക്കുക, ഭൂമിയെ ഉദ്ധരിക്കാനായിട്ട് അതിനുവേണ്ടി വന്നിരിക്കുകയാണെന്ന് അവർക്ക് നല്ല ബോധ്യമായി. ആളുകളെ ഈ പറഞ്ഞ സ്വസ്ഥാനത്ത് അവരുടെ സ്വധർമ്മത്തിലേക്ക് നിലയ്ക്ക് നിർത്താനായിട്ട് ഭഗവാൻ ആവിർഭവിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയുള്ള പൃഥുവിനെ സ്തുതിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു രംഗം കൂടെ പ്രത്യേകം പറയണം. സൂതമാഗത ബന്ധികൾ വന്നിട്ട് പൃഥുവിനെ ഒന്ന് സ്തുതിക്കാൻ പോയപ്പോൾ പൃഥു എന്താ പറഞ്ഞെന്നറിയാമോ? എന്താ പറഞ്ഞേ? സ്തുതിയൊന്നും ഇവിടെ വേണ്ട. ഒരു വ്യക്തി എപ്പോഴാണ് സ്തുതിക്ക് അർഹനാവുന്നത്? ആ വ്യക്തിയിലെ ഈഗോയും പേഴ്സണാലിറ്റിയും ഡ്രോപ്പ് ചെയ്ത് ആ വ്യക്തിയുടെ വ്യക്തിത്വം, അസ്തിത്വം, ദ എൻറ്റിറ്റി എന്ന് പറയുന്ന ഇവിടെ ഉള്ള യാഥാർത്ഥ്യത്തിൽ, ബോധത്തിൽ, ഉണ്മയിൽ ഉറച്ച് ബോധപൂർവം അല്ലെങ്കിൽ അവബോധപൂർവം ആ ഒരു നാലാമത്തെ ഡയമെൻഷനിലേക്ക് ഉയർന്ന്, മനസ്സിലാവണില്ലേ? ആ വ്യക്തിയിലൂടെ, ആ ഭക്തനിലൂടെ, നമ്മൾ പറയില്ലേ ഭക്തനായി കഴിഞ്ഞാൽ എന്താ ഗുണം? അയാളിലൂടെ ഭഗവാന്റെ ഗുണങ്ങൾ മുഴുവൻ പ്രകാശിക്കും. ഭക്തൻ മരിച്ചു പോവും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭക്തൻ എന്ന് മരിക്കുന്നുവോ അന്ന് മുതൽ അയാൾ ഭഗവാനാ. ഏറ്റവും നല്ല സിമ്പിളായിട്ട് പറയാവുന്ന വഴി അതാ. ഭക്തൻ എന്ന് മരിക്കുന്നുവോ,
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അന്നു മുതൽ അയാൾ ഭഗവാനായി മാറും. അയാളിലൂടെ ഭഗവാന്റെ സർവ്വഗുണങ്ങളും പ്രകാശിക്കാൻ തുടങ്ങും. അതോടുകൂടി അതാണല്ലോ ഇപ്പോൾ പൂന്താനത്തെ നമ്മളിപ്പോഴും സ്മരിക്കണത്. എന്തുകൊണ്ടാണ് സ്മരിക്കണത്? വളരെ ലളിതമായ മനുഷ്യൻ, നിഷ്കളങ്കതയുടെ പ്രതീകം. ഒരു വേദാന്തോ സംസ്കൃതം ഒരു വസ്തുവും വേണ്ടെന്ന്, ഏതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്ക്. ശുദ്ധ ഭക്തിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച പോരെ. ഒരു ശാസ്ത്രവും പഠിക്കണ്ട. ഒരു നിഷ്കളങ്കമായ ഒരു 1.5 വയസ്സായ കുട്ടിയുടെ ഒരു മനോഭാവം കിട്ടിയാൽ ജയിച്ചു. നമുക്കത് കിട്ടാനാണ് ഞാനും നിങ്ങളും തേടി നടക്കുന്നത്. നമ്മുടെ തിരിച്ചുപോക്കാ. രമണ മഹർഷിയുടെ അടുക്ക് ചെല്ലുമ്പോഴൊക്കെ ഒരൊറ്റ വാക്യം പറയും, തിരുമ്പിപ്പോയിട്, വന്ന വഴി തിരുമ്പിപ്പോയിട് എന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം? തിരിച്ചു പോ. ശരീരം വളർന്നു, പക്ഷെ മനസ്സെങ്ങോട്ട് പോകണം? ആ കുട്ടിയുടെ മനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്കും ഒരു കൗതുകമാണ്. ഒരു കുട്ടിക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ല. അവൻ മരത്തെ കാണുമ്പോൾ മരം എന്നുള്ള പേരും മാവെന്നുള്ള പേരും അതൊക്കെ കടിപ്പിച്ചിട്ടാണോ നോക്കണേ? അവൻ മരത്തെ ആസ്വദിക്കാൻ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്ന ഹൈ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതാ ഞാനീ പറഞ്ഞേ. നാമവും രൂപവും ഘടിപ്പിക്കാത്ത വസ്തുക്കളെ കാണുക. നാമവും രൂപവും ഘടിപ്പിക്കാതെ നിങ്ങൾക്ക് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുമോ? അതാണ് ഹൈ ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. ഞാൻ പറഞ്ഞല്ല, ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞതാ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. നമുക്കൊരു കസേര കാണുമ്പോൾ കസേരയുടെ പേരും അതിൻ്റെ ആ രൂപവും ഇടാണ്ട് കാണാൻ പറ്റുമോ? നമ്മളും കാണുന്നുണ്ട്, പക്ഷെ നമുക്കത് അതിൻ്റെ സ്പ്ലിറ്റ് സെക്കൻഡ്സിലാണ് നമ്മൾ കാണുന്നത്. നമുക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. സംഗതി നമ്മളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ട്, ഉറപ്പാ. പക്ഷെ സംഗതി പിടികിട്ടില്ല. ആ പിടി കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് നമ്മളെ തന്നെ പഠിച്ച് നിരീക്ഷിച്ച് കയറുമ്പോഴാണ് കാര്യം പിടികിട്ടുക. വാസ്തവത്തിൽ ഇവിടെ എല്ലാവരും ആചാര്യന്മാരും ഒന്നും പറയില്ലേ, മായയെക്കുറിച്ച് പറയും. മായ നിർവചിക്കാൻ പറ്റുമോ? അതൊക്കെ പറയാൻ പോയി അങ്ങ് പോവും. അവ്യക്ത നാംനി പരമേശ ശക്തി അനാദ്യ വിദ്യ ത്രിഗുണാത്മിക പര കാര്യാനുമേയ സുതിയൈവമായ യയാ ജഗത് സർവമിതം പ്രസൂയതേ. വിവേക ചൂടാമണി. അവ്യക്തമാണ്, മഹാ അത്ഭുതമാണ്, അനിർവചനീയമാണ് മായയുടെ രൂപം. മായ നിർവചിക്കാൻ പറ്റില്ല. ബ്രഹ്മം നിർവചിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ എന്താ നിർവചിക്കാൻ പറ്റുക? നമ്മൾ കിടന്ന് കുഴങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ സ്തുതിക്കാൻ പോയപ്പോൾ പൃഥു പറഞ്ഞു, എന്നെ സ്തുതിക്കണ്ട, എന്നിലൂടെ ഒരു ഗുണങ്ങളും ഇവിടെ പ്രകാശിച്ചിട്ടില്ല, മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സ്തുതിക്കൊന്നും ഞാൻ അർഹനല്ല. സ്തുതിക്ക് അർഹനമാവണമെങ്കിൽ എന്നിലെ കർത്തൃത്വബോധം പരിപൂർണമായും മാറ്റിവെക്കപ്പെട്ട് നിഷ്കാമമായി ലോക നന്മയ്ക്കായി ഞാൻ എന്നു മുതൽ പ്രവർത്തിക്കുന്നുവോ, ഒരു പ്രവർത്തിതാവ് എന്നുള്ള ബോധം പോലും എന്നിലില്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സേവ ചെയ്യുന്നുവോ, അന്നേ ഞാൻ സ്തുതിക്ക് അർഹനാവുന്നുള്ളൂ. അപ്പം നമുക്ക് ആലോചിക്കാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. അടുത്ത രംഗത്തിലോ ഭൂമിയുടെ ആ ഒരു കഷ്ടപ്പാടിൽ പ്രജകളെല്ലാം വന്ന് അദ്ദേഹത്തോട് ഒരു വലിയൊരു നിവേദനം കൊടുത്തു. അപ്പോൾ തന്നെ അദ്ദേഹം അതിൻ്റെ കാര്യം ആലോചിച്ചു, കണ്ടെത്തി. ഭൂമിദേവിയോട് അദ്ദേഹം ഭൂമിദേവി ഒന്ന് ഓടി. അതിനുശേഷം അദ്ദേഹം പുറകെ ഓടിച്ചെന്നപ്പോൾ അദ്ദേഹത്തിന് രക്ഷയില്ലെന്ന് കണ്ടു. ഒടുവിൽ ഒരു ഗോവിൻ്റെ രൂപത്തിൽ നിന്നു കൊടുത്തു. സ്വയംഭൂവ മനുവിനെ പശുക്കുട്ടിയാക്കിക്കൊണ്ട് അദ്ദേഹം ആ വേണ്ട ഓഷധികൾ മുഴുവൻ കറന്ന് ഈ ഭൂമിയെ മാത്രവുമല്ല ഇന്നത്തെ രൂപത്തിലേക്ക് ഈ പർവ്വതങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വില്ലുകൊണ്ടാണത്രേ തട്ടി നിരത്തി സമതലമാക്കി ഈ വർഷമൊഴുകിപ്പോകാതെ കൃഷിയോഗ്യമാക്കി ഈ ഭൂമിയെ ഇന്ന് കാണുന്ന രീതിയിൽ സമ്പുഷ്ടമാക്കി മാറ്റിയത് പൃഥു മഹാരാജാവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് കാണുന്ന എല്ലാ രൂപത്തിൽ പൃഥു മാത്രമല്ല കറന്നെടുത്തത്. എല്ലാ ദേവന്മാരും അസുരന്മാരും നാഗങ്ങളും യക്ഷന്മാരും ഗന്ധർവന്മാരും ഓരോരുത്തരും, ഭാഗവതം വിസ്തരിച്ച് പറയേണ്ട, അവരവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണോ. ഇപ്പോൾ അസുരന്മാരൊക്കെ അവർക്ക് വേണ്ടത് മദ്യമാണെങ്കിൽ മദ്യം ക്ഷീരത്തിൻ്റെ രൂപത്തിൽ കറന്നെടുത്തു. ഗന്ധർവന്മാർക്ക് സംഗീതമാണെങ്കിൽ ആ രൂപത്തിൽ. എന്തെല്ലാമാണോ വേണ്ടത് അത് മുഴുവൻ അതാണ് നോക്കൂ. ഒരു നല്ല ഒരു മഹാത്മാവ്, ഒരു മഹാപുരുഷൻ ജനിച്ചത് കൊണ്ട് ഈ സർവ്വ പ്രപഞ്ചത്തിനും ഐശ്വര്യവും അഭിവൃദ്ധിയും ശാന്തിയും സമാധാനവും സന്തോഷവും കൈവന്നു. അത്രയും മാത്രം നമ്മളവിടെ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ഈ ഒരു കർമ്മം ചെയ്ത ശേഷം അടുത്ത ഒരു 4-5 അധ്യായങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് പൃഥു ജനങ്ങൾക്കൊക്കെ വേണ്ടതെല്ലാം നൽകിയ ശേഷം അദ്ദേഹം നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ, അതായത് കർമ്മം ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു ദോഷം സംഭവിക്കും, ഒരു പാപം. അപ്പോൾ ആ ദോഷം പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം അശ്വമേധയാഗം നടത്താൻ തുടങ്ങി. 1-2 അല്ല, 99 അശ്വമേധയാഗം നടത്തിയ ശേഷം 100ാമത്തെ അശ്വമേധയാഗം നടത്തുന്ന സമയത്ത് നമ്മുടെ വില്ലനുണ്ടല്ലോ, ഇന്ദ്രൻ, അയാൾക്ക് ഇന്ദ്രിയങ്ങളുടെ ദേവൻ, അയാൾക്ക് ഒരു രക്ഷയില്ല. അയാൾ നോക്കിയപ്പോഴത്തേക്ക് ഇയാളെൻ്റെ സ്ഥാനം നോക്കൂ, ഇന്ദ്രൻ്റെ സ്ഥാനം പോലും നിർഭയത്വം ഉള്ള സ്ഥാനമല്ലെന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരിക. ഇന്ദ്രപദവി പോലും തുലോം തുച്ഛം. പണ്ട് ഭാഗവതം ചോദിച്ചു വന്നതാ ഇവർ, ഓർമ്മയില്ലേ? മഹാത്മ്യം പറയുമ്പോൾ പറയും,
ഭാഗവതം ശ്രീ സുഖബ്രഹ്മർഷി ഉപദേശിക്കാൻ പോയപ്പോൾ അവർ വന്ന് പറഞ്ഞു, ദേ ഞങ്ങളുടെ കയ്യിൽ നല്ല അമൃതൊക്കെ ഉണ്ട്, അത് കൊടുത്താൽ ഇയാൾ മരിക്കുമൊന്നുമില്ല, അത് ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്താ, ആ ദേവേന്ദ്രൻ്റെ ലോകത്ത് അമൃതം എവിടെ കിടക്കുന്നു, ഭാഗവതമാകുന്ന അമൃത കഥകൾ എവിടെ കിടക്കുന്നു. അമൃത നിശ്യന്തിയായ ഈ ഭാഗവത സൂക്തങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആ നിമിഷം തന്നെ ബ്രഹ്മാനന്ദം പ്രാപിക്കും. എങ്ങനെയുള്ള മനുഷ്യൻ? വിഷയവിരക്തി വന്ന മനുഷ്യൻ. വിഷയവിരക്തി വന്നവരാണ് ഭാഗവതത്തിന് അധികാരികൾ. അത് ആ വിഷയം എടുത്താൽ തന്നെ നമ്മൾ വിസ്തരിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. വിഷയവിരക്തി നല്ലോണം വന്നിട്ട് വേണം ഭാഗവതത്തിൻ്റെ. അതെങ്ങനെയാണ് വരിക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരോ, നമ്മുടെ പ്രിയപ്പെട്ടവരോ, നമ്മുടെ മനസ്സ് വയ്ക്കുന്ന പണമോ അധികാരമോ പ്രശസ്തിയോ ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങുക. ശരിയല്ലേ? അപ്പോഴാണ് നമുക്കെന്നാൽ നാരായണീയം. ഒരു 55 വയസ്സ് കഴിഞ്ഞു, എല്ലാ ജോലിയും കഴിഞ്ഞു, മക്കളൊക്കെ നല്ല നിലയിൽ പോയി, ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും വിദേശത്താണല്ലോ, പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ ആരുമില്ല വീട്ടിൽ, എൻഗേജ്ഡ് ആവാൻ എന്താ ചെയ്യുക? അപ്പം നാരായണീയ സമിതി ഉണ്ട്, അപ്പം നമ്മൾ നാരായണീയം എടുക്കും. അങ്ങനെയല്ലേ എടുക്കുക? പക്ഷെ ഇതങ്ങനെയല്ല എന്ന് പറയുകയാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ ആ അശ്വമേധയാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ദേവേന്ദ്രൻ വേഷപ്രച്ഛന്നനായി വന്ന് യാഗാശ്വത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമുണ്ട്. ഈ വേഷം മാറി വന്നിട്ട് എങ്ങനെയാണ് വന്നതെന്നറിയാം? നിറച്ച് ഭസ്മമൊക്കെ പൂശി കാവ്യവേഷധാരിയായിട്ടാണ് ഇന്ദ്രൻ വന്നത്. എന്നിട്ട് ഈ യാഗാശ്വത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ അത്രി മഹർഷി അത് കണ്ടു. അത്രി മഹർഷി ഇദ്ദേഹത്തിൻ്റെ പൃഥുപുത്രനോട് പറഞ്ഞു, ദേവേന്ദ്രൻ വന്ന് കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് പോകണോ, അവനെ പോയി വധിക്കൂ, അവൻ കള്ളനാണെന്ന് പറഞ്ഞു. അത്രി മഹർഷി കേട്ട മാത്രമേ പൃഥുവിൻ്റെ വീരനായ പുത്രൻ പുറകെ ഓടി ചെന്നപ്പോൾ ഇയാളോട് നേരിടാൻ കഴിവില്ലാത്ത തന്നെ ഇന്ദ്രൻ എന്ത് ചെയ്തു? ഈ വേഷം, ഈ ഭസ്മം ധരിച്ച വേഷവും ഈ കാവ്യവേഷമൊക്കെ ഉപേക്ഷിച്ചിട്ട് അന്തർധാനം ചെയ്തു. കുതിരയെ അയാൾക്ക് വിട്ടും കൊടുത്തു. കുതിരയും കൊണ്ടുവന്നു. എന്താ കൊല്ലാഞ്ഞത്? അല്ല, എനിക്ക് അവിടെ ചെന്നപ്പോൾ അയാളെ കണ്ടപ്പോൾ ഒരു നല്ല ഭസ്മമൊക്കെ ധരിച്ച് സന്യാസിയുടെ വേഷമാണ്, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ അയാളെ കൊല്ലും? അയാളെ കൊന്ന അധർമ്മം എന്നെ ബാധിക്കില്ലേ എന്ന് ഞാനൊന്ന് ശങ്കിച്ചു. അങ്ങനെ 2 തവണ ഇന്ദ്രൻ ഈ ആകാശത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഈ വേഷം മാറി. ഈ വേഷം ഉപേക്ഷിച്ച വേഷം ഭൂമിയിലുള്ള നമ്മുടെ ആൾക്കാർ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുക അത്രേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എന്നെ തന്നെ പറയാം, ഞാനൊരു ഭാഗവത ആചാര്യനായി എന്ന് വിചാരിക്കാം. ഞാൻ ആയിട്ടില്ല കേട്ടോ. എന്താ കാരണം? ഞാനിപ്പോഴും ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുക. എൻ്റെ ഗുരുനാഥൻ്റെ ഉപദേശമുള്ള കാരണം ഞാൻ വേറിട്ടൊരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക. തുറന്നു പറയാം, ഞാനൊരു ആചാര്യനായി. എന്നെ ബോംബെയിൽ നിന്ന് വിളിച്ചിരിക്കുക. എന്ത് പറയാനാ? സപ്താഹത്തിന്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പറയേണ്ട അയാൾ കുറച്ച് സയൻസൊക്കെ പറയണ്ട, അയാളെ വിളിച്ചു കളയാം എന്ന് വിചാരിച്ചു. ഞാൻ ചെന്ന് സപ്താഹമൊക്കെ നടത്തി. എൻ്റെ കൂടെ 2 ശിഷ്യന്മാരും ഉണ്ടെന്ന് വിചാരിക്കുക. എന്തൊരു വാക്ചാതുരി, നല്ല ബുദ്ധിസാമർഥ്യം, നല്ല മനോഹരമായിട്ട് ഭാഗവത കഥയൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തതാണ് പോയിരിക്കണേ ഞാൻ. അപ്പം അവർ പറഞ്ഞു എല്ലാവർക്കും ഉള്ള എക്സ്പെൻസിനുള്ള എൻ്റെ കൂടെ വന്ന സഹാചാര്യന്മാർക്ക് ട്രെയിൻ ടിക്കറ്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അവർ ട്രെയിനിന് അവിടെ വന്നു. ഞാനവിടെ താമസിക്കുന്ന 5 സ്റ്റാർ, പണ്ട് അങ്ങനെ നല്ല നിലയിലൊക്കെ ജീവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് 5 സ്റ്റാർ അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടലൊക്കെ കൊടുത്തു. ഞാൻ സുഖമായിട്ട് ജീവിക്കുക. എൻ്റെ കൂടെയുള്ള സഹാചാര്യന്മാർ ഇതുപോലെ സ്റ്റേജിൻ്റെ പുറകിൽ ഒരു കർട്ടൻ്റെ പുറകിലാണ് കൊതുകടിയും കൊണ്ട് കിടന്നുറങ്ങണേ. ഞാനിവിടെ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ച് പറയണത് എന്താ? പറയൂ. സർവത്ര സമബുദ്ധയ സർവഭൂത ഹിതേരത. മനസ്സിലായില്ലേ? ഇതാണ് പാഖണ്ഡമതം. ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഇത്രയും ഞാൻ പറഞ്ഞു. പാഖണ്ഡമതം ഇങ്ങനെയാണത്രേ ഈ ഭൂമിയിൽ പ്രചരിച്ചതെന്ന് ഭാഗവതം പറയാം. ജൈനന്മാരെ, ബുദ്ധന്മാരെ, കാപാലികർ വേഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതിനെ ആധുനിക മനഃശാസ്ത്രത്തിൽ ഷീസോഫ്രീനിക് എന്നാ പറയാം, മനോരോഗം. എൻ്റെ ഗുരുനാഥൻ പറയും ഭ്രമമുള്ളവർ ഭ്രാന്തന്മാർ. ആൾക്കാരെ പറ്റിക്കുക, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയും. എന്താ? പുറത്തൊരു നല്ല വേഷമൊക്കെ ധരിച്ച് ഭക്തിയെക്കുറിച്ച് പറയുക, ഗുരുവായൂരപ്പനെക്കുറിച്ച് പറയുക, സത്യത്തെക്കുറിച്ച് പറയുക, എന്നിട്ടോ പ്രവൃത്തി മുഴുവൻ ഉള്ളിലെ കാപട്യവും. ഈ ഒരു ഭാഗം ഭാഗവതത്തിൻ്റെ സജ്ജനങ്ങൾ ശരിക്കും പഠിക്കേണ്ടതാ. പാഖണ്ഡമതം. നമ്മൾ ആരെ കണ്ടാലും ഓടിപ്പോയിട്ട് അങ്ങോട്ട് നമസ്കരിക്കുന്ന പരിപാടി. നമസ്കരിക്കാം മനസ്സുകൊണ്ട്, അവരുടെ ഉള്ളിലുള്ള ഗുരുവായൂരപ്പനെ നമസ്കരിക്കാം. പക്ഷേ സൂക്ഷ്മദൃക്കോടുകൂടി ശരിക്കും അന്വേഷണം ചെയ്തിട്ട് മാത്രമേ ഒരാളെ അയാൾ പറയുന്ന വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരിക. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകണില്ല, കാരണം അതൊക്കെ നമ്മുടെ ആധുനിക രീതികളുമായിട്ടൊക്കെ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിവാദങ്ങളിലേക്ക് പോകാൻ സത്യാന്വേഷികൾക്ക് താല്പര്യമില്ല. സത്യം അന്വേഷിക്കുന്ന റിയൽ സത്യാന്വേഷികൾക്ക് സത്യത്തിലാണ് താല്പര്യം. പക്ഷെ നമ്മുടെ ചുറ്റും ഇതെല്ലാം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ബോധവാന്മാർ ആയിരിക്കണം. ഇതാണ് പാഖണ്ഡമതം. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. ഇങ്ങനെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൃഥു രാജാവ് ഇന്ദ്രനെ വധിക്കാനായിട്ട് കൊണ്ട് പുറപ്പെട്ടു. വധിക്കാനായി പുറപ്പെട്ടപ്പോൾ ബ്രഹ്മദേവൻ വന്ന് പറഞ്ഞു, അരുത്, ഈ യാഗത്തിൻ്റെ
ഫലമൊക്കെ സ്വീകരിക്കേണ്ട ദേവേന്ദ്രൻ്റെ മേത്താണ് ഈ അസുരന്മാർ, ഇന്ന് ഈ ദേവതമാരെല്ലാം. അതുകൊണ്ട് ദേവേന്ദ്രനെ വധിക്കരുത്. മാത്രമല്ല, നിൻ്റെ ഉദ്ദേശം ഇന്ദ്രപദവി അല്ലല്ലോ. സർവകാമഫലവരപ്രദായകനായ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ മോക്ഷം പ്രാപിക്കുക എന്നുള്ളതല്ലേ. അതിന് ഇതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ യാഗം തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നിനക്ക് 100 കിട്ടിയതിൻ്റെ ഫലം തന്നെ ഞാൻ നൽകാം. ആ ഇന്ദ്രനെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ആ ബ്രഹ്മദേവൻ പൃഥുവിൻ്റെ കോപം തണുപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. നല്ല ഉപദേശം പറയാൻ നമുക്ക് കുറച്ച് സമയമുള്ളൂ. നല്ല വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട. ഈ കോപം അനർത്ഥകരമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ദ്രനെ നീ വധിക്കരുത്, ഇന്നെ പറഞ്ഞു വിട്ടേക്കും അയാളുടെ വഴിക്ക് എന്ന് പറഞ്ഞ് അവിടെ വിരോധിച്ചു. അത് കഴിഞ്ഞിരിക്കുന്ന അടുത്ത അധ്യായത്തിലാണ് ഞാൻ പറഞ്ഞ ആ മനോഹരമായ രംഗം. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ ആനന്ദമൂർത്തി, സർവഗുണ പരിപൂർണൻ, എത്ര വർണ്ണിച്ചാലും മതി, വിശ്വൈകവന്ദ്യൻ, വിശ്വരൂപൻ, ആ വിഭുവായ ഭഗവാൻ അവിടെ ആവിർഭവിച്ച് ആ പൃഥുവിനോട് നമുക്ക് ദേഷ്യം അടക്കിയാലും ഒരല്പം മൗഢ്യമുണ്ടാവും ഉള്ളിൽ. അതങ്ങോട്ട് പരിപൂർണമായിട്ട് ആ കർമാസക്തി അങ്ങോട്ട് തൂത്ത് തുടച്ചങ്ങോട്ട് കളയാനായിട്ട് സാകാര രൂപധാരനായി ഗുരുവായൂരപ്പൻ ഇന്ദ്രനെയും കൊണ്ട് വന്ന് ഇന്ദ്രനെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ട് നല്ല ഒരു ഉപദേശം സനകാദി യോഗീശ്വരന്മാർ കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് കർമ്മം, ഈ ശരീരം എന്താണ്, ഈ ശരീരത്തിൽ അഭിമാനിച്ച് ദേഹം നിമിത്തം അഹംബുദ്ധി കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. വാസ്തവത്തിൽ ഈ ദേഹത്തിലുള്ള അഭിമാനം സജ്ജനങ്ങൾക്ക് ഭൂഷണമല്ല, അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. നീ ആരാണ് എന്ന് നീ തിരിച്ചറിയുകയാണ് വേണ്ടത്. അടുത്ത് തന്നെ നിൻ്റെ ഈ കർമ്മങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ സനകാദി യോഗീശ്വരന്മാർ നേരിട്ട് ആ ഉപവനത്തിൽ വന്ന് നിനക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകും. ആ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ചുകൊണ്ട് നീ വീണ്ടും തിരിച്ചെൻ്റെ ആ കുണ്ഠതകളില്ലാത്ത രാജ്യമായ വൈകുണ്ഠ രാജ്യത്തിലേക്ക് തിരികെ എത്തിച്ചേരണം. എങ്ങനെയാണ് നമുക്ക് ഈ കർമ്മത്തിൽ ആസക്തി വരിക? പഞ്ചമഹാഭൂതങ്ങൾ പറഞ്ഞു ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുക. പഞ്ചമഹാഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതെല്ലാം കൂടി ചേരുന്ന ഭൂതസംഘാതമാണ് ഈ കാണുന്ന പ്രകൃതി. നീയോ പ്രകൃതിക്ക് അതീതനാണ്, നീ എൻ്റെ തന്നെ അംശമാണ്. അപ്പോൾ നീ ബോധമായതുകൊണ്ട് വാസ്തവത്തിൽ ബോധത്തിന് ഈ പ്രകൃതി ഗുണങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലായ്പ്പോഴും വാസ്തവത്തിൽ ബോധം ശരീരത്തിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നത്. എന്തൊരു ഉൾക്കാഴ്ചയാണെന്ന് നോക്കൂ. നമ്മൾ വാസ്തവത്തിൽ ഇപ്പം തന്നെ നിത്യമുക്തന്മാരാണെന്ന് ഒറ്റ വാക്കി പറയാം. നമ്മളെല്ലാവരും ഇപ്പം തന്നെ നിത്യമുക്തന്മാരാണ്. ഈ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മനോഹരമായ ഉപദേശം കേട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഒടുവിൽ കണ്ണുകളിൽ നിന്ന് അശ്രുധാരയോടുകൂടി ഭഗവാനെ ഹൃദയം കൊണ്ട് ആലിംഗനം ചെയ്ത് ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ഭാഗവതത്തിൽ. എനിക്ക് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കാര്യം നമുക്ക് നിരാകാര ധ്യാനത്തിലും അല്ലെങ്കിൽ നിർഗുണമായ രൂപത്തിലൊക്കെയാണ് നമ്മുടെ ബുദ്ധി ചെന്നുറക്കുക. എന്താ കാരണം? അതാണ് സത്യം, റിയാലിറ്റി അതാണ്, അൾട്ടിമേറ്റ് റിയാലിറ്റി അതാണ്. പക്ഷേ എങ്കിൽ പോലും ആ ഭക്തിയുടെ മനോഹരമായ ഭാവതലങ്ങൾ എത്ര സുന്ദരമായിട്ടാണെന്നറിയാമോ ഇതിൽ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഭംഗി. അത് കഴിഞ്ഞ് അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ സൂര്യന്മാരെ പോലെ, സൂര്യ തേജസ്സോടുകൂടി അഗ്നിയെപ്പോലെ ജ്വലിക്കുന്നത് സനകാദി യോഗീശ്വരന്മാർ 4 പേരും അവിടെ ആവിർഭവിച്ചു. അവിടെ സ്വർണ്ണസിംഹാസനങ്ങളിരുത്തിയപ്പോൾ അവരൊന്നും കൂടെ പ്രോജ്വലിച്ചു. അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അഞ്ജലിബദ്ധം ചെയ്തുകൊണ്ട് പാദം കിണ്ടിയിൽ തീർത്ഥമെടുത്ത് പാദക്ഷാളനം ചെയ്ത് ആ തീർത്ഥം തൻ്റെ ശിരസിൽ തളിച്ചിട്ട് ഇങ്ങനെ തൊഴുതു പിടിച്ചുകൊണ്ട് പൃഥു പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ മഹായോഗീശ്വരന്മാർ, ഈശ്വര പുരുഷന്മാർ വന്നതോടുകൂടി എൻ്റെ ജന്മം സഫലമായി. നിങ്ങളെ കണ്ട മാത്രയിൽ എൻ്റെ ജന്മം സഫലമായി. ഞാൻ നിങ്ങളെ എൻ്റെ ഏത് ജന്മത്തിലെ ഏത് പുണ്യം കൊണ്ടാണ് നമ്മൾ പറയില്ലേ, ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃത മോഹ മഹാ അന്ധകാര. അജ്ഞാനഹേതുവാകുന്ന ഈ മോഹമാകുന്ന മഹാന്ധകാരത്തിൽ വീണ് കിടക്കുന്ന എന്നെപ്പോലുള്ള ജീവപ്രാണികളെ ത്രാണനം ചെയ്യാനായിട്ട് ഇവിടെ വന്ന നിങ്ങളെ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് അത്ര ചെറിയ ശബ്ദത്തിൽ കുറച്ചക്ഷരത്തിലാണ് പ്രതിസ്തുതിക്കുന്നത്. അതങ്ങനെ കേട്ടപ്പോൾ ഈ സനകാദി യോഗീശ്വരന്മാർക്കും എപ്പോഴും ബ്രഹ്മാനന്ദം അനുഭവിച്ചുകൊണ്ട് നടക്കുന്നവരാ. എന്നിട്ട് ഈ പൃഥുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവരുടെ ആനന്ദം ഇരട്ടിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചും കൊണ്ട് അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ഭാഗവതത്തിലെ എല്ലാ ഭാഗത്തും ചോദിക്കുന്ന ചോദ്യം എൻ്റെ ഗുരുനാഥൻ എപ്പോഴും എനിക്ക് പറഞ്ഞു തരാറുള്ളത് എന്താ? സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്ന കൃപണന്മാരായ സാധാരണ നമ്മളെപ്പോലുള്ള ജീവന്മാർക്ക് ആത്യന്തികമായ ക്ഷേമം എങ്ങനെ കൈവരിക്കാം? ഇനി ഇത് മാത്രമേ പറയുള്ളൂ കേട്ടോ, ഇതിൽ മാത്രം നിൽക്കാൻ പോവാ.
ആത്യന്തികമായ ക്ഷേമം എങ്ങനെ കൈവരിക്കാം. അപ്പോൾ പൃഥുവിനോട് പറഞ്ഞു, അങ്ങേക്കിത് അറിയാത്തതൊന്നുമല്ല, പക്ഷേ ലോകോപകാരത്തിനായിക്കൊണ്ടാണ് അങ്ങ് ഈ ചോദ്യം ചോദിച്ചത്. അങ്ങ് ചോദിച്ചത് കൊണ്ട് ആ വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ പറയണു. എന്താ പറയണേ? ശാസ്ത്രം 2 കാര്യങ്ങളാണ് ആലോചിച്ച് ഉറപ്പിച്ച് പറയുന്നത്. കേൾക്കാൻ തയ്യാറല്ലേ? ഇത്രയും കേട്ടതൊക്കെ മറന്നുപോയാലും ഇത് മറന്നു പോകരുത്. അത്ര എനർജി എടുത്താൽ പറയണല്ലേ? ഈ കാര്യം മറന്നു പോകരുത്. 1, ആത്മാവിനെ ഒഴിച്ച് അന്യമായ വിഷയങ്ങളിൽ സംഘം ഇല്ലാതിരിക്കുക. ആത്മാവിനെ ഒഴിച്ച് അന്യമായ വിഷയങ്ങളിൽ സംഘം ഇല്ലാതിരിക്കുക. 2, പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് സർവദാ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ആ സർവവ്യാപിയായ ആ പരമാനന്ദ സ്വരൂപനെ നിരന്തരം സ്മരിക്കുക. കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ താഴത്തേക്ക് കിടക്കണം മുഴുവൻ. ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആത്മാവിനെ ഒഴിച്ച് അന്യവിഷയങ്ങളിൽ സംഘം ഇല്ലാതിരിക്കുക, നിരന്തരം പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന. എന്താ ഇപ്പം ശരീരത്തിലും ആത്മാവിന് സംഘം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്താ? അഘടിത ഘടനാ പടീയസി എന്നൊരു വാക്ക് ഇവിടെ ഏകാദശ സ്കന്ധം വരുമ്പോൾ ആചാര്യന്മാർ വ്യാഖ്യാനിക്കും. അഘടിത ഘടനാ പടീയസി, അതായത് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുമോ? വാസ്തവത്തിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സംഘർഷത്തിലാണ്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. എല്ലാം ഓപ്പോസിറ്റ് ധ്രുവങ്ങളിലാണ് എക്സിസ്റ്റൻസ്. നിലനിൽപ്പ് എന്ന് പറയുന്നത് പരസ്പരം വിരുദ്ധ ധ്രുവങ്ങളിലെ എനർജിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ, മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സയൻസാണ്. ഇത് നിങ്ങൾ ഏത് തിയറി എടുത്ത് വേണമെങ്കിലും പഠിച്ച് നോക്കിക്കോളൂ. നന്മ, തിന്മ, ഇരുട്ട്, പ്രകാശം, പകല്, രാത്രി, എല്ലാം, സുഖം, ദുഃഖം, ഇങ്ങനെ വിരുദ്ധ ധ്രുവങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാം. ഇതിൻ്റെ അപ്പുറത്ത് ആണ് വാസ്തവത്തിൽ ബോധം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് വേറിട്ടെന്ന് പറയാൻ. അപ്പം നിരന്തരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ. അതിന് നമുക്ക് ആദ്യം ജ്ഞാനയോഗമാണ് ഉപദേശിക്കുന്നതേ. ശാസ്ത്രത്തിലെ വിശ്വാസം ഉണ്ടാവുക, ആചാര്യൻ പറയുന്നതിൽ വിശ്വാസം ഉണ്ടാവുക, സ്വധർമ്മം ഭഗവത് ആരാധനയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അഹിംസ പരമമായ ധർമ്മമായതുകൊണ്ട് അത് പരിപാലിക്കുക, സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിദിക്ഷാ നിഗദ്യതേ. എന്ത് ദുഃഖങ്ങൾ വന്നാലും തിരിച്ച് റിയാക്ട് ചെയ്യാതെ ആക്ട് മാത്രം ചെയ്യുക. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ റിയാക്ട് ചെയ്യാനേ പാടില്ല. വേറൊരാൾ സ്വിച്ച് ഇട്ടാൽ ഓൺ ചെയ്യുന്ന സ്വിച്ച് ആവരുത്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ നിധിധ്യാസം ചെയ്ത് ഉറപ്പിച്ച് നമ്മൾ എവിടെയാണോ നിൽക്കേണ്ടത് ആ നിലയിൽ തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ. അപ്പോൾ ഒരാൾ, അതുകൊണ്ടാണ് ആ തിദിക്ഷയുടെ കഥയിലേക്ക് നമ്മൾ പറയുക. ഏകാദശസ്കന്ധം വരുമ്പോൾ നല്ല മനോഹരമായ കഥകളുണ്ട്. ആ അവന്തിയിലെ ബ്രാഹ്മണൻ്റെ കഥയൊക്കെ ഗുരുവായൂരപ്പൻ നമുക്ക് തന്നെ നേരിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് മലമൂത്രങ്ങൾ വരെ കോരിയിടും. ഒരു കാലത്ത് പ്രതാപിയായിട്ട് ജീവിച്ച ആളാണ്. ആ ഏകാദശസ്കന്ധം വരുമ്പോൾ വളരെ കറക്റ്റായിട്ട് ഈ തിദിക്ഷ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സന്യാസം എങ്ങനെയാണ്? സർവകർമ്മ പ്രതിഫല ത്യാഗം. സന്യാസം സർവകർമ്മങ്ങളുടെയും പ്രതിഫലത്തെ ത്യജിച്ചാൽ അയാൾ സന്യാസിയായി എന്നാ. കാവ്യവസ്ത്രം ധരിച്ചാൽ സന്യാസിയാവില്ല. സർവകർമ്മത്തിൻ്റെയും പ്രതിഫലത്തെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. യജ് എന്ന ധാതുവിൽ നിന്നാണ് യജ്ഞം. അപ്പോൾ എല്ലാം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് സർവവും ഈശ്വരനെ സമർപ്പിക്കുന്നതാണ് ആത്മസമർപ്പണം എന്ന് വരും. ഈ ആദ്യം ജ്ഞാനയോഗം ഉപദേശിക്കുമ്പോൾ സോഹം ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും നമ്മുടെ അഹം ബ്രഹ്മാസ്മി തത്വമസിയുടെ പൊരുൾ തന്നെയാണ് പൃഥുവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ജ്ഞാനയോഗം. ഏറ്റവും ഒടുവിൽ ജ്ഞാനയോഗം വന്നു കഴിയുമ്പോൾ, ജ്ഞാനയോഗം ഉപദേശിച്ച് കഴിയുമ്പോൾ ശ്രവണം, മനനം, നിധിധ്യാസം, ഇത്രേ ഉള്ളൂ ജ്ഞാനം. രമണ മഹർഷിയോടോ സാധുഗോപാലസ്വാമികളോടൊക്കെ പറയുമ്പോൾ അവർ പറയും വളരെ എളുപ്പമാണ് ജ്ഞാനയോഗം എന്ന് പറയും. ഒന്നും ചെയ്യണ്ട, മെഡിറ്റേഷൻ പോലും ചെയ്യണ്ട, ഇപ്പം തന്നെ അഖണ്ഡമായ ബോധം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ബോധം ഞാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് മിണ്ടാതെ ഉരിയാടാതെ അടങ്ങി ഒടുങ്ങി തീരുന്നത് വരെ മിണ്ടാണ്ട് അവിടെ ഇരിക്കുക, അനങ്ങരുത്. ബഹുകഠിന. ബ്രഹ്മാവ് പറഞ്ഞ പോലെ ഞാനേ പ്രയാസം ഉദപാസ്യ നമന്തയേവ, വളരെ ബഹുകഠിനാണ്. അപ്പോൾ ഉടനെ എന്നെ ഭക്തിയോഗം കൊടുത്തു രണ്ടാമത്. അപ്പോൾ ആദ്യം കൊടുത്തത് സോഹം, രണ്ടാമത് കൊടുത്തത് ഞാൻ പറയും ഹരിയുടെ നാമം. എനിക്കതാ ഇഷ്ടം, ഹരിയുടെ നാമം കൊടുത്തു. എന്താ? വളരെ എളുപ്പമാണ്. അത് നമുക്ക് വേണ്ടിയിട്ട് ഇട്ട് തരിക. എന്താ? സർവഗുണപരിപൂർണനായ സർവകർമ്മ ഫലദായകൻ. 4 പുരുഷാർത്ഥങ്ങൾ നമുക്ക് നൽകുന്നതാരാ? ആ ഗുരുവായൂരപ്പനാ. ആ ഗുരുവായൂരപ്പൻ്റെ ആ പാതാരവിന്ദമാകുന്ന ആ താമരദളങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ എപ്പോഴും ചേർക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് എപ്പോഴും ശ്രീരാമകൃഷ്ണ പരമഹംസ ദേവൻ പറയുന്ന പോലെ ഏകാന്തതയിലൊക്കെ പോയി ഗൃഹസ്ഥന്മാർ 2 ദിവസമൊക്കെ ഒന്ന് മാറി നിന്ന്
ഏകാന്തത്തിൽ പോയി വ്യാകുലതയോടുകൂടി അല്പം ആ ഹരിയുടെ നാമം ജപിക്കാൻ എനിക്ക് തോന്നണേ, ഹരിയുടെ നാമകഥകൾ കേൾക്കാൻ എനിക്ക് തോന്നണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പതിയെ 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 ഈ ഭക്തി ഉണ്ടാവും. ഭക്തിയുടെ പുത്രനാണല്ലേ, പുത്രിമാരാണല്ലേ, ആരെ പുത്രന്മാരാണ് ആരെ? ജ്ഞാനവും വൈരാഗ്യം. ഇത് മൂന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഭക്തി ഉറച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്താ പറയും? ജ്ഞാനവും വൈരാഗ്യവും വരും. ഈ ജ്ഞാനം ഉറച്ചു കഴിഞ്ഞ് ജ്ഞാനവും വൈരാഗ്യവും പ്രബലമായി കഴിയുമ്പോഴോ? ജ്ഞാനവും വൈരാഗ്യവും പ്രബലമായി കഴിയുമ്പോൾ നമ്മുടെ അന്ധക്കരണം കത്തിപ്പോകുന്നാണ് ഭാഗവതം പറയുന്നത്. ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് അല്ലെങ്കിൽ വിവേകമാകുന്ന അഗ്നി, തീവ്രമായ വൈരാഗ്യം വന്നു കഴിയുമ്പോൾ എനിക്ക് ഈശ്വരനെ കണ്ടേ പറ്റൂ. അതെങ്ങനെയാണ്? ശ്രീരാമകൃഷ്ണരസം പറഞ്ഞ ആ ഗുരുവായൂരപ്പനെ എനിക്ക് കണ്ടേ പറ്റൂ, ബാക്കി ഒന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഗുരുവായൂരപ്പനെ കണ്ടേ ഞാൻ അടങ്ങൂ ഈ ജന്മം തന്നെ എന്ന് തീവ്രമായ ഒരു നിലപാട്, ആത്മാർത്ഥത. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഈശ്വര ദർശനമാണോ എങ്കിൽ രക്ഷപ്പെടാം. ഞാൻ അതിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ. ഈശ്വര ദർശനമാണോ നമ്മുടെ പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ ആദ്യത്തെ ആഗ്രഹം ഈശ്വര ദർശനമാണോ എങ്കിൽ രക്ഷപ്പെട്ടു പോകും. ഇല്ലെങ്കിലോ വീണ്ടും ഒന്ന് കുടുങ്ങും. സട്ടിൽ ബോഡി, സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന അന്ധക്കരണം കത്തിച്ച് ചാമ്പലാക്കി കളയണം. മനസ്സ് കത്തിപ്പോണം. അപ്പം നമുക്കൊരു പേടിയാവും, അയ്യോ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോവോ അല്ലേ എന്ന് സംശയം തോന്നും. സമയമായോ? 5 മിനിറ്റ്. ഞാൻ സമയം കൂടുതലെടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ സട്ടിൽ ബോഡി എന്ന് പറയുന്ന അന്ധക്കരണം ഇവിടെ ഭാഗവത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ആ അന്ധക്കരണം കത്തി നശിച്ച് ചാമ്പലായി, നേരത്തെ പറഞ്ഞതുപോലെ ആ വിറകിൽ ഒളിച്ചിരിക്കുന്ന അഗ്നി എങ്ങനെയോ അതുപോലെ പ്രകാശിച്ച് ആ മനസ്സ് കത്തി ചാമ്പലായി. അപ്പോൾ ദൃശ്യം നഷ്ടപ്പെട്ടു. ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒരു താല്പര്യമില്ല. വയസ്സായി, അമ്മയെ ഒന്ന് വിളിക്കുക, മക്കൾ ഞങ്ങളിന്ന് എറണാകുളത്തൊരു ഹോട്ടലിൽ പോവുക, ഭക്ഷണം കഴിക്കാൻ വന്നുണ്ടോ, ഒരു സിനിമ കാണാൻ വന്നുണ്ടോ എന്ന് പറയുമ്പോൾ അമ്മ പറയുക. ഇതാണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ. എനിക്ക് അതിലൊന്നും ഒരു രസമില്ല പണ്ടത്തെ പോലെ. എനിക്കിവിടെ ഒറ്റയ്ക്കിരുന്ന് ആ ഹരിയുടെ നാമം ജപിച്ച് മനസ്സിലിരിക്കാൻ നല്ല സുഖമാണ്. ഒറ്റയ്ക്കിരിക്കാൻ നല്ല സുഖമാണ്. എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാൻ. യത് കീർത്തനം, യത് സ്മരണം, യദീക്ഷണം, യദ്വന്ദ്വനം, യത് ശ്രവണം, യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്ര സ്രവസേ നമോ നമ. അടുത്തൊരു മന്ത്രം കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, പാലേലി ഗുരുനാഥൻ എപ്പോഴും ചൊല്ലുന്നതാ. കിരാത ഹൂണാന്ധ്ര പുളിന്ദ പുൽക്കസ ആഭീരകങ്ക യവനാകസാദയ യന്യേ ച പാപ യദുപാശ്രയാശ്രയ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമ. എത്ര വലിയ അനാചാരം ചെയ്തോട്ടെ, എത്ര വലിയ അധർമ്മി ആയിക്കോട്ടെ, എത്ര ഘോര മഹാപാപം ചെയ്തോട്ടെ, വിഷമിക്കണ്ട. ദാ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. എന്താ? ആ ഗുരുവായൂരപ്പൻ്റെ നാമം ഒന്ന് സ്മരിക്കാമോ? ആ ഗുരുവായൂരപ്പൻ്റെ നാമം ഒന്ന് മനസ്സിലൊന്ന് ധരിക്കാമോ? നാമത്തിൽ നിന്ന് അഭിന്നമായിട്ടൊരു ഭഗവാൻ ഇല്ല. ശ്രീരാമകൃഷ്ണരസം പറഞ്ഞ ഉറപ്പിച്ച പറയണേ. ഞാൻ ഈ ഇടയ്ക്കും കൂടെ ആ ഗോസ്പൽ എടുത്ത് വായിക്കുമ്പോൾ, വാക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻടോക്സിക്കേഷൻ, എന്തൊരു സന്തോഷമാണെന്നറിയാം. നാമത്തിൽ നിന്ന് ഭിന്നനായിട്ടൊരു ഈശ്വരൻ ഇല്ല, എന്നിട്ടും നമുക്ക് മനസ്സിലാവണില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ മഹത്വം. ഒരു ഗിരീഷ് ഘോഷ് എന്ന് പറയുന്ന കാൽക്കട്ടയിൽ ജീവിച്ചിരുന്ന വലിയ ഒരു നല്ല മദ്യപാനിയും ഡ്രാമ ആർട്ടിസ്റ്റുമായിരുന്നു. ഇതൊക്കെ റെക്കോർഡാണ്. അദ്ദേഹമാണ് നല്ല ധൈര്യപൂർവ്വം വിളിച്ചു പറഞ്ഞു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അവതാര പുരുഷനാണെന്ന് ഉറക്കെ ആദ്യം വിളിച്ചു പറഞ്ഞത് ഗിരീഷ് ഘോഷാണ് ജനങ്ങളോട്, ലോകത്തോട്. എന്താ കാരണം? അദ്ദേഹത്തിന് നല്ല ധൈര്യം. അദ്ദേഹം പറയും, ഈ പാപങ്ങൾ ചെയ്തതിൻ്റെ ഒരു മലയുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അഗ്രിമ സ്ഥാനത്താണ് ഞാൻ നിന്നിരുന്നത്. ആ സ്ഥാനത്തു നിന്നാണ് എന്നെ ഗുരുനാഥനാകുന്ന എൻ്റെ ദൈവം ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്നെ സ്പർശമണി പോലെ, ഫിലോസഫേഴ്സ് സ്റ്റോൺ പോലെ എന്നെ സ്പർശം കൊണ്ട്, ആ കാരുണ്യ കടാക്ഷം കൊണ്ട് എന്നെ മാറ്റി ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയത്. ഇതാണ് സത്സംഗത്തിൻ്റെ പ്രത്യേകത എന്ന് മാത്രം പറയുന്നു. ഇവിടെ പൃഥുവിൻ്റെ ഈ മനോഹരമായ ഭക്തിയോഗമൊന്നും എനിക്ക് മുഴുവൻ വിസ്തരിച്ചൊന്നും പറയാൻ സമയം കിട്ടിയില്ല. ആ ജ്ഞാനയോഗവും ഭക്തിയോഗമൊക്കെ മുഴുവൻ പറയണമെന്നൊക്കെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചൊക്കെയാണ് വന്നേ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ സകല നമ്മുടെ ഉള്ളിലുള്ള ആ സാത്വിക അഹന്തയില്ലേ, ഇപ്പം ഒന്ന് പറയാൻ തോന്നാം, അതും കൂടി ആ ഉണ്ണി തട്ടിക്കളയും. രാവിലെ ഞാനിരുന്ന് ഇങ്ങനെ കരഞ്ഞു ഒറ്റയ്ക്കിരുന്ന്. ഈ അഹന്തയ്ക്കയുടെ മുകളിൽ ഈ ഉണ്ണികൃഷ്ണൻ വന്നിട്ടേ, റിയൽ ഉണ്ണികൃഷ്ണൻ വന്നിട്ട് തട്ടും നമ്മുടെ തലയ്ക്ക്. നീ ആരാ? ഹൂ ആർ യു? ഇപ്പോൾ പോയിട്ട് മറ്റുള്ളവരൊക്കെ ഭക്തി ഉണർത്താൻ പോവാണോ? നീ ആദ്യം നിൻ്റെ കാര്യം നോക്ക്. ഗുരുവായൂരപ്പൻ പറയാം, നീ ആദ്യം നിനക്കൊരല്പം ഭക്തി ഉണ്ടായോ എന്ന് നോക്ക്, എന്നിട്ട് മതി പോയി ജ്ഞാനം വിളമ്പാൻ പോണത്. ആ ഉണ്ണിയുടെ മുമ്പിൽ പോയിട്ട് ഒരു ശാസ്ത്രവും ഒരു വേദാന്തവും ഒരു പാണ്ഡിത്യവും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ആ ഉണ്ണിയുടെ മുമ്പിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ശരീരം മുഴുവൻ അവിടത്തേതാണ്. ഈ ശരീരത്തിലെ മുഴുവൻ സമസ്ത കോശങ്ങളെ കൊണ്ടും ഞാനിതാ അവിടത്തേക്ക് നമസ്കരിക്കുന്നു. ആ പൃഥു തപസ് ചെയ്യാൻ പോയി, തപസ് ചെയ്തു, അദ്ദേഹത്തിന് മോക്ഷം കിട്ടി, അദ്ദേഹത്തിന് വൈകുണ്ഠപ്രാപ്തിയും ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൃഥുചരിതം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു 4 വരി ശ്ലോകം കൂടി ഒന്ന് ചൊല്ലിയിട്ട് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കാരണം ഇവിടെ വന്നപ്പോൾ ആ പ്രജേതസ്സുകളുടെ സ്തുതിയിൽ ഒരു 4 വരി ഒന്ന് മനസ്സിൽ ചൊല്ലാണ്ട് പോയാൽ ഗുരുവായൂരപ്പൻ ചോദിക്കും, നീ ഗുരുവായൂർ വന്നിട്ട് എന്നെ ഒന്ന് സ്തുതിക്കാണ്ട് പോയില്ലേ എന്ന് പറയില്ലേ. മനസ്സിലിങ്ങനെ പതിഞ്ഞു കിടക്കുക. നമുക്ക് എല്ലാവർക്കും കൂടി ഭഗവാനെ ഒന്ന് സ്തുതിക്കാം. എല്ലാ പാവങ്ങളും അറിവില്ലായ്മയൊക്കെ പുറത്ത് നമുക്കെല്ലാവർക്കും ഒരല്പം ശുദ്ധഭക്തി തരണേ എന്ന് വളരെ നിഷ്കളങ്ക ഭാവത്തോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സജ്ജനങ്ങൾ പൊറുക്കണം, ക്ഷമിക്കണം എന്ന് പറയണു. എന്തെങ്കിലും നന്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഗുരുപരമ്പര ഗുരുവായൂരപ്പൻ ഇങ്ങനെ തരികയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവേശം കയറിപ്പോവും. അതാ പെട്ടെന്ന് ഇങ്ങനെ അത് നിയന്ത്രിച്ച് നിർത്തി പറയാമെന്ന് പറഞ്ഞാൽ വലിയ വിഷമം എന്നെ കൊണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായിട്ട് ആവേശം കയറി വരും. അതുകൊണ്ട് പൊറുക്കുക, ക്ഷമിക്കുക, ഗുരുവായൂരപ്പൻ്റെ ആ നാമം ഒന്ന് ചൊല്ലാം. സ്നിഗ്ധപ്രാവൃഘനശ്യാമം സർവസൗന്ദര്യസംഗ്രഹം ചാർവായത ചതുർബാഹും സുജാതരുചിരാനനം പത്മകോശപലാശാക്ഷം സുന്ദരഭ്രൂസുനാസികം സുദ്വിജം സുഖപോലാസ്യം സമകർണവിഭൂഷണം പ്രീതിപ്രഹസിതാപാംഗമളകൈരുപശോഭിതം ലസത്പങ്കജകിഞ്ചൽക്കതുകൂലം മൃഷ്ടകുണ്ടലം സ്ഫുരത് കിരീടവലയഹാരനൂപുരമേഖലം ശംഖചക്രഗദാപത്മമാലാമണ്യുദ്ധമത്തിമത് സിംഹസ്കന്ദദ്വിഷാബിഭ്രത് സൗഭഗഗ്രീവകൗസ്തുഭം ശ്രിയാനപഹൈന്യാക്ഷിപ്ത നികഷാസ്മോരസോല്ലസത് പൂരരേജകസംവിഘ്ന വലിവൽഗുദളോദരം പ്രതിസംഗ്രാമയദ്വിശ്വം നാഭ്യാവർത്തഗഭീരയ പദാശരത് പത്മപലാശരോജിഷ നഖദ്യുഭിർനോന്ദരഘം വിധുന്വത പ്രദർശയ സ്വീയമപാസ്തസാദ്വസം പദം ഗുരോः മാർഗഗുരുസ്തമോജുഷാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം തത്സത്.